എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ കർമ്മത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 27. ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ജീവിക്കാം, അതാണ് ഈ അധ്യായത്തിൽ കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇന്ന് ദീപാവലി ദിവസം, ദീപങ്ങളുടെ ഉത്സവം. ദീപം എന്ന് വെച്ചാൽ പ്രകാശം, അറിവിൻ്റെ പ്രകാശം. അറിവില്ലായ്മയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അറിവിൻ്റെ പ്രകാശം പരക്കട്ടെ, പ്രകാശം ഉദിക്കട്ടെ. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ദീപാവലിയായി ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സത്സംഗമായിട്ട് മനസ്സിലാക്കാൻ ലഭിച്ചിരിക്കുന്ന അധ്യായവും ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മായയെ, പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ജീവിക്കാം, അതാണ് നമ്മൾ ഇന്ന്. അപ്പോൾ വലിയൊരു അറിവ് തന്നെ ഈ അറിവിൻ്റെ ഈ ദീപാവലി ദിവസം നമുക്ക് സത്സംഗ വിഷയമായി ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു അറിവ് തന്നെ വരുന്ന ഭാഗവതത്തിലെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. ശ്ലോകം 1. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ പുരുഷനെയും പ്രകൃതിയെയും വേറിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്തത്. അതായത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ പ്രകൃതിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയെന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. ഇനി ആ പ്രകൃതിയെ എങ്ങനെ മനസ്സിലാക്കി ജീവിക്കാം, അതിൻ്റെ സ്വഭാവത്തെ അറിഞ്ഞ് ജീവിക്കാം, അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 1. ശ്രീ ഭഗവാൻ ഉവാച. കപില മഹർഷി പറയാണ്, പ്രകൃതിസ്ഥഃ അഭി പുരുഷഃ ന അജ്യതേ പ്രാകൃതൈഃ ഗുണൈഃ അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജല അർക്കവത്. പ്രകൃതിസ്ഥഃ അഭി പുരുഷഃ ന അജ്യതേ പ്രാകൃതൈഃ ഗുണൈഃ അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജല അർക്കവത്. അതായത് കപില മഹർഷി പറയാണ് കേട്ടോ, പ്രകൃതിസ്ഥഃ അഭി, അതായത് ആ ഭൗതിക പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്ന, അതിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിസ്ഥഃ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിയാനത്തിൽ നിന്നും ഉണ്ടാകുന്ന ശരീരം. ആ ശരീരത്തിൽ വസിക്കുന്ന പുരുഷൻ, ശരീരത്തിൽ വസിക്കുന്ന പുരുഷനാരാ? ജീവാത്മാവ്. ആ ജീവാത്മാവ് യഥാർത്ഥത്തിൽ ന അജ്യതേ എന്ന് വെച്ചാൽ ആ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. എന്തു ബാധിക്കുന്നില്ല? പ്രകൃതൈഹി ഗുണൈഹി, ഭൗതിക പ്രകൃതിയുടെ മായയുടെ ത്രിഗുണങ്ങൾ, സത്വരജ തമോ ഗുണങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ആ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, എന്നാലേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. കുറച്ചെങ്കിലും കേട്ടോ, നമ്മളൊന്നും ഇതിൽ വലുതായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തിരിയെങ്കിലും നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ 1% നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവാകുന്ന പുരുഷനെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല. കാരണം ആ പരമാത്മാവ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾക്കും അതീതനാണ്.
അപ്പോൾ ത്രിഗുണങ്ങളൊന്നും യഥാർത്ഥത്തിൽ ബാധിക്കുന്നില്ല. പിന്നെ ആ ജീവാത്മാവിൻ്റെ സ്വഭാവം എന്താണെന്നാണ് പറയുന്നത്, അവികാരാത്, വികാരങ്ങളൊന്നും തന്നെയില്ല. അതായത് ഒരു മാറ്റവുമില്ല, സുഖവും ദുഃഖവും ഒരു തരത്തിലുള്ള വിചാരങ്ങളും ഈ ജീവാത്മാവിനില്ല. ആ കർത്തൃത്വബോധം, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള ഞാൻ എന്ന അഹങ്കാരം, ആ കർത്തൃത്വബോധവും ഈ ജീവാത്മാവിനില്ല. നിർഗുണത്താത്, അല്ലെ, എല്ലാ ഗുണങ്ങളിൽ നിന്നും മുക്തനാണ്. ഒരു ഗുണങ്ങളും, പ്രകൃതിയുടെ ത്രിഗുണങ്ങളും ഒന്നും തന്നെ ഈ ജീവാത്മാവിനെ ബാധിക്കുന്നുമില്ല. എന്നിട്ട് പറയാണ്, അതൊരു ഉദാഹരണമായിട്ട് ജല അർക്കവത്, ജലത്തിൽ കാണുന്ന അർക്കൻ സൂര്യന്റെ പ്രതിബിംബം പോലെയാണ് അത്. അപ്പൊ എന്താ മനസ്സിലായത്? ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുമുണ്ടായ ശരീരത്തിൽ അധിവസിക്കുന്ന ജീവാത്മാവിന് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളൊന്നും ഈ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടായ ശരീരവും മനസ്സും ബുദ്ധിയും ഉണ്ടല്ലോ, അതിനെ മാത്രമേ ഇത് ബാധിക്കുള്ളൂ. ഈ ത്രിഗുണങ്ങൾക്കനുസരിച്ച് മനസ്സ് സാത്വികമായും രാജസികമായും താമസികമായും ചിന്തിക്കുന്നു, ബുദ്ധി ആ ത്രിഗുണങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കുന്നു, ശരീരം കൊണ്ട് ആ ത്രിഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന വസിക്കുന്ന ആത്മാവിനെ ഇത് ബാധിക്കുന്നില്ല. ആത്മാവിന് കർത്തൃത്വബോധവും ഇല്ല. ഈ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തനാണ്. ഒരു വിചാരവും ഇല്ല ഈ ആത്മാവിന്, ഈ പുരുഷന് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ജലത്തിൽ കാണുന്ന സൂര്യന്റെ പ്രതിബിംബമാണ് ആ ജീവാത്മാവ്. മനസ്സിലായില്ലേ? അതായത് ശരീരത്തിൽ ഇരിക്കുന്ന പരമാത്മാവിന്റെ പ്രതിബിംബം. ഞാൻ പറഞ്ഞില്ലേ, ശൂന്യമായ ആകാശം പരമാത്മാവാണെങ്കിൽ അവിടെ ഒരു കുടം വെച്ചാൽ, ഒരു പാത്രം വെച്ചാൽ ആ പാത്രത്തിനുള്ളിലിരിക്കുന്ന കുഞ്ഞാകാശം അതാണ് ജീവാത്മാവ്. ആ പാത്രം പൊട്ടിയ ജീവാത്മാവും പരമാത്മാവും ഒന്നായി. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആകാശത്തിൻ്റെ ഒരു പ്രതിബിംബം എന്ന് പറയുന്ന പോലെ സൂര്യൻ്റെ ഒരു പ്രതിബിംബം നമ്മൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിബിംബം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ രൂപം നമുക്ക് ആ കണ്ണാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മനസ്സിലായോ? അതാണ്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ ജീവാത്മാവിൻ്റെ അവസ്ഥ. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഈ പ്രതിബിംബം, ഈ ജലം, വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ വെള്ളം ഇളകുമ്പോൾ ഈ പ്രതിബിംബം ഇളകും, അല്ലേ? പക്ഷെ ശരിക്കിരിക്കുന്ന സൂര്യനെ ഇളക്കണ്ടോ? ശരിക്ക് ഇരിക്കുന്ന സൂര്യനെ, ആകാശത്തിൽ നിൽക്കുന്ന സൂര്യനെ ഇളക്കമില്ല. പക്ഷേ പ്രതിബിംബം ഈ വെള്ളം ഇളകുമ്പോൾ, വെള്ളം ഒന്ന് അനങ്ങിയാൽ, വെള്ളം ഒന്ന് എന്തെങ്കിലും വെള്ളത്തിലൊരു ചലനം സംഭവിച്ചാൽ ആ ചലനം, അപ്പോൾ ആ പ്രതിബിംബത്തിനും ആ ചലനം കാണും. ഇപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നു, കണ്ണാടി ഒന്ന് അനങ്ങിയാൽ കണ്ണാടിയിൽ കാണുന്ന നമ്മളുടെ പ്രതിബിംബം അനങ്ങും. പക്ഷേ നമുക്ക് അനക്കണ്ട, നമ്മൾ അനങ്ങാണ്ടാണ് നിൽക്കുന്നത്. ആ കണ്ണാടി ഒന്ന് അനക്കി കഴിഞ്ഞ് വയ്ക്കുക, ആ പ്രതിബിംബം, അതിന് കാണുന്ന നമ്മുടെ രൂപവും കിടന്ന് ഇളകുന്നത് നമുക്ക് കാണാം. എന്ന് പറയുന്നത് പോലെ സൂര്യൻ ആകാശത്ത് നിൽക്കുന്നു, സൂര്യൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ നിൽക്കുന്നു. ആ പ്രതിബിംബം വെള്ളം ഇളകുമ്പോൾ പ്രതിബിംബവും ഇളകും. യഥാർത്ഥത്തിൽ പക്ഷേ സൂര്യൻ ഇളക്കില്ല. എന്ന് പറയുന്ന പോലെ പരമാത്മാവ് എന്ന് പറയുന്ന ആ സത്യയ്ക്ക്, ആ ഉണ്മയ്ക്ക് ഒരു അനക്കവുമില്ല, ഒരു മാറ്റവുമില്ല, ഒരു ഗുണങ്ങളുമില്ല. എല്ലാ ഗുണങ്ങൾക്കും അതീതനും വിചാരങ്ങളും ഒന്നുമില്ലാത്ത, കർത്തൃത്വബോധം ഒന്നുമില്ലാത്ത ഒരു ഉണ്മയാണത്. പക്ഷേ ഈ ജീവാത്മാവിൻ്റെ പ്രതിബിംബം ശരീരത്തിലിരിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? ശരീരവും മനസ്സും ബുദ്ധിയും മായയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ മായയുടെ സത്വരജ തമോ ഗുണങ്ങൾ ഈ മൂന്നെണ്ണത്തിനും വ്യത്യാസം വരുത്തും. അപ്പോൾ അവിടെ ശരീരമനോബുദ്ധി ഇളകുകയാണ്. അത് ഇളകുമ്പോൾ അതിന് ചലനമുണ്ട്. കാരണം മായയിലേക്ക് ത്രിഗുണങ്ങളുടെ വ്യതിയാനം പോലെ ഇത് ഇങ്ങനെ ഇളകും. ശരീരം പ്രവർത്തിക്കും, മനസ്സ് ചിന്തിക്കും, ബുദ്ധി തീരുമാനിക്കും. ഈ ഇളക്കങ്ങൾക്കനുസരിച്ച് ആ ഇതാണ് ജലം എന്ന് വിചാരിക്കുക, ശരീരവും മനസ്സും ബുദ്ധിയും. ഇത് ഇളകുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിന് ഞാൻ ഇളകുന്നു എന്ന് തോന്നുകയാണെന്ന്. അത് യാഥാർത്ഥ്യമാണോ? അല്ല. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം ജലത്തിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബം, നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടു. ആ വെള്ളം അനങ്ങിയപ്പോൾ പ്രതിബിംബം, ആ സൂര്യൻ്റെ പ്രതിബിംബം ഇങ്ങനെ അനങ്ങുന്നതായിട്ട് നമുക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ആൾക്ക് കാണുന്നു, ആ പ്രതിബിംബവും അനങ്ങുന്നത് എന്ന്. ഇനി ഈ കാണുന്ന പ്രതിബിംബവും അങ്ങനെ തന്നെ വിചാരിക്കുകയാണ്, ഞാൻ അനങ്ങുന്നു എന്ന്. ശരിക്കും അത് അനങ്ങണുണ്ടോ? ശരിക്ക് അതിനൊരനക്കവും ഇല്ല. പക്ഷേ പ്രകൃതി, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനങ്ങിയപ്പോൾ, ഭൗതിക പ്രകൃതി ചലിക്കുന്നതാ, അത് അനങ്ങിയപ്പോൾ അതിനകത്തിരിക്കുന്ന പ്രതിബിംബവും അനങ്ങി. അപ്പോൾ ഈ പ്രതിബിംബം വിചാരിക്കുകയാണ്, ഈ അനങ്ങുന്നതാണ് ഞാനെന്ന്, ഇതാണ് ഞാൻ അനങ്ങുന്നു എന്ന് പ്രതിബിംബത്തിന് തോന്നുന്നു. അതായത് ഒരു തെറ്റായ സങ്കല്പം, ധാരണ ഈ പ്രതിബിംബത്തിന് സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. മനസ്സിലായോ പറഞ്ഞത്? ആരെങ്കിലും ഒരാളൊന്ന് പറയൂ മനസ്സിലായെങ്കിൽ.
മനസ്സിലായോ? മനസ്സിലായി. ആ പ്രതിബിംബത്തിന് തോന്നുകയാണ് ഞാൻ അനങ്ങുന്നു. സത്യത്തിൽ അത് അനങ്ങുന്നുണ്ടോ? ഇല്ല. ഇതാണ് അനങ്ങുന്നത്, വെള്ളാണ് അനങ്ങുന്നത്. വെള്ളം അനങ്ങാൻ കാരണം, വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും. ഇതനങ്ങാൻ കാരണം പ്രകൃതിയിൽ നിന്നുണ്ടായതാണല്ലോ അത്. അനക്കം ഉണ്ടാക്കിയത് ശരിക്കും അനങ്ങിയത് പ്രകൃതിയാണ്, ശരീരവും മനസ്സും ബുദ്ധിയാണ്. പക്ഷേ അതിനകത്തിരിക്കുന്ന പ്രതിബിംബത്തിന് ഞാൻ അനങ്ങുന്നു എന്ന് തോന്നുന്നു, ഞാനിവിടെ അനങ്ങണമെന്ന്. ശരിക്കും എൻ്റെ സ്വഭാവം എന്താ? അത് വിട്ടു, അത് മറന്നു. എൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം ഒരനക്കവും ഇല്ലാത്ത, ഒരു വികാരവും വിചാരവും ഇല്ലാത്തതാണെന്നുള്ളത് അത് മറന്നു. എന്നിട്ട് ഈ അനക്കത്തിൽ പെട്ടപ്പോൾ, ഇതിൻ്റെ ചലനത്തിൽ പെട്ടപ്പോൾ വെള്ളത്തിൻ്റെ പ്രതിബിംബത്തിന് തോന്നുകയാണ് ഞാൻ അനങ്ങുന്നു, ഇതാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്നൊരു തെറ്റായ ധാരണ, ആത്മാവിനെ ഒരു തെറ്റായ ഒരു സങ്കല്പം അതിന് തോന്നുകയാണ് ചെയ്യുന്നത് എന്ന്. ഒരു സംശയം ഞാനെന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു ഇതാണോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിൽ വരുമ്പോ ഞാൻ ഇങ്ങനെയാണെന്ന് തോന്നും, അടുത്തൊരു അവസരം വരുമ്പോ ഈ ഞാൻ എന്ന് പറയുന്നത് അത് മായയാണോ ടീച്ചറാകും? അതല്ലേ പറഞ്ഞത്, ഈ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നു എന്ന് ഞാൻ എന്ന് പറയുന്ന ആ ഇതിന് തോന്നുകയാണെന്ന്. യഥാർത്ഥത്തിൽ മാറുന്നുണ്ടോ? യഥാർത്ഥത്തിൽ മാറുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട്, ഇതിൻ്റെ അടുത്ത ശ്ലോകങ്ങളിൽ അത് വരുന്നുണ്ട്. അതെ, ഇപ്പം നമ്മളൊന്ന് ഉറങ്ങുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ഉറങ്ങാൻ കിടന്നു, നമ്മളെല്ലാവരും ഇപ്പോൾ ഉറങ്ങാൻ കിടന്നപ്പോൾ, ഞാനിപ്പോൾ എന്നെ ഉദാഹരണം പറയാം. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എനിക്ക് തീരെ ഉറക്കം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ എന്താ നാളെ കാലത്ത് എണീക്കുമ്പോൾ പറയാം, ഇന്നലെ എനിക്ക് തീരെ ഉറക്കം കിട്ടിയില്ല, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഉറക്കം ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, എൻ്റെ മനസ്സ് ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. അപ്പം എൻ്റെ ശരീരം അനങ്ങുന്നുണ്ട്, മനസ്സ് ചലിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പം ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ ഒട്ടും ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എന്ന് കരുതുന്ന ഒരു ഞാൻ എനിക്കകത്തുണ്ട്. ആ ഞാനാണ് പറയുന്നത് ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എന്ന്. എൻ്റെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു, മനസ്സും ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നു. അപ്പോൾ ഞാൻ ഒട്ടും ഇന്നലെ ഉറങ്ങിയില്ലാത്ത, ആ ഉറക്കമില്ലാത്ത അവസ്ഥയെ അനുഭവിച്ച ഒരു ഞാൻ ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി, പക്ഷെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സ്വപ്നം അത് എന്തെങ്കിലും ഒരു ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നല്ല സന്തോഷം തരുന്നതോ അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഞാൻ രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, അയ്യോ ഞാൻ ഇന്നലെ ഭയങ്കരമായ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങോ? ഇല്ല. നമ്മൾ നല്ല ഉറക്കത്തിലാണ്, നല്ല ഉറക്കം, നമ്മുടെ ശരീരം അനങ്ങണേയില്ല. പക്ഷെ സ്വപ്നം കാണുമ്പോൾ ആരാണ് അനങ്ങുന്നത്? മനസ്സ് അല്ലേ? മനസ്സ് ചലിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്വപ്നം ഇങ്ങനെ കണ്ടിട്ട് മനസ്സ് എവിടെയൊക്കെയോ പോയി ഒരു സ്വപ്നം കണ്ട് നമ്മൾ കിടക്കണം. അപ്പോൾ രാവിലെ സ്വപ്നം കണ്ടത് നമ്മൾ അനുഭവിച്ചു. അപ്പോൾ ഈ സ്വപ്നം കണ്ട് അനുഭവിച്ച ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആള് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ വായിലൂടെ നമ്മൾ പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന്. ശരിക്കും നമ്മൾ നല്ല ഉറക്കമായിരുന്നു, കണ്ണൊന്നും പ്രവർത്തിച്ചിട്ടില്ല, ശരീരം അനങ്ങിയിട്ടില്ല. പക്ഷെ ആ ഉറക്കത്തിൽ മനസ്സ് കണ്ട സ്വപ്നത്തെ അനുഭവിച്ച ഒരാളുണ്ട്. ആ ആളാണ് നമ്മുടെ നാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഇല്ലേ? ഇനി ഉറക്കമില്ലാത്ത അവസ്ഥയും ഇല്ല, സ്വപ്നവും കണ്ടില്ല, ഗാഠമായ നിദ്രയിൽ ഞാൻ ഇന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കാം. അതായത് ചെന്ന് കിടുന്നതേ അറിഞ്ഞോളൂ, പിന്നെ രാവിലെ അലാറം അടിച്ചപ്പോഴും എണീറ്റത്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് ഒന്നും അറിയാത്ത ഗാഠ നിദ്രയിൽ ഞാൻ പോയി. അപ്പം ഞാൻ രാവിലെ എനിക്ക് എന്താ പറയുക, ഇന്നലെ ചെന്ന് കിടുന്നതേ അറിഞ്ഞുള്ളൂ, പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല, അതുപോലെ സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അപ്പോൾ ആ സുഖത്തെ അനുഭവിച്ച ഒരാൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മനസ്സിലായോ? സുഖമായിട്ട് ഉറങ്ങിയത് ഞാനിങ്ങനെ അറിഞ്ഞേ? നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഈ സുഖമായിട്ട് ഉറങ്ങിയത് അറിയാൻ പറ്റുമോ? അതെ, അതിനെയാണ് പുരുഷൻ അഥവാ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ സുഖമായിട്ട് ഉറങ്ങിയത് 10 മണിക്ക് കിടന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് വരെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിഞ്ഞാൽ? ഒന്നും അറിഞ്ഞാത്തൊരു ഉറക്കം, ഒരാളെടുത്തോണ്ട് പോയാൽ പോലും അറിഞ്ഞിട്ടില്ല, അതുപോലെ കാട്ട നിദ്രയിൽ ഉറങ്ങിയെങ്കിൽ സുഖമായിട്ട് ഉറങ്ങിയ ആ സുഖത്തെ അനുഭവിച്ച ഒരാളുള്ളിലുണ്ട്. ആ ആളാണ് രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ നാവിനെ കൊണ്ട് പറയിപ്പിച്ചത്, ഞാൻ ഇന്നലെ ഒന്നും ഉറങ്ങിയില്ല, സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഒരാൾ ഉണർന്നിരിക്കുന്നില്ലേ? ആ സുഖമായ ഉറക്കത്തെ പോലെ അനുഭവിച്ച ഒരാൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നില്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ശരിയാണോ? ഉറക്കമില്ലാത്ത അവസ്ഥയെ ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞും കിടന്ന അവസ്ഥയെയും അനുഭവിച്ച
ഉറക്കത്തിൽ സ്വപ്നം കണ്ട ആ സ്വപ്നത്തെയും അനുഭവിച്ച, സുഖമായ ഉറക്കത്തെയും അനുഭവിച്ച ഒരാള് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു അല്ലേ? ആ സുഖത്തെ, അല്ലെങ്കിൽ നമ്മൾ സുഖമായി ഉറങ്ങിയെന്ന് ഇങ്ങനെ പറയാ, കാരണം അതിൻ്റെ ഉള്ളിലുണ്ടായ സംഭവത്തെ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴേ നമ്മളൊരു സുഖം അനുഭവിച്ചു എന്ന് രാവിലെ പറയുന്നുണ്ട്. ആ സുഖം ആരനുഭവിച്ചെന്നാലും വെച്ചേക്ക് നമ്മൾ വല്ല പറഞ്ഞ, അപ്പൊ അത് അനുഭവിച്ചത് ആത്മാവല്ലേ? ആ സുഖത്തെ അനുഭവിച്ച ആത്മാവാണ് പറഞ്ഞത് നമ്മുടെ നാവിനെ കൊണ്ട്, ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന ആള്, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും സുഖിക്കുന്നതും ഇതൊക്കെ. പക്ഷെ ആ ആത്മാവ് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണയാണെന്ന്, ഒരു മിഥ്യാസങ്കല്പത്തിൽ ഞാൻ അനുഭവിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ആത്മാവിൻ്റെ സ്വഭാവം എന്താ? ഒരു ഗുണവും ഇല്ല, സാത്വികവും ഇല്ല, രാജസികവും ഇല്ല, താമസികവും ഇല്ല, ഒരു വികാര വിചാരങ്ങളും ഇല്ല, ഒരു കർത്തൃത്വ ബോധവും ഞാൻ ഇതൊന്നുമില്ലാത്തതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വഭാവം. പക്ഷെ അത് ഈ ഒന്നുമില്ല, ചലനവുമില്ലാത്ത ഒരു ഉണ്മയാണത്. ഒരു പ്രതികരണ ശേഷിയില്ല. ഒരു പ്രതികരിക്കണമെങ്കിൽ വികാര വിചാരങ്ങൾ ഉണ്ടാവണ്ടേ? ഒരു വികാരവും ഇല്ല, ഒരു വിചാരവും ഇല്ല, ത്രിഗുണങ്ങളില്ല, ഒന്നുമില്ല. അതായത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, യഥാർത്ഥത്തിൽ ഇത് ആത്മാവിൻ്റെ സങ്കല്പമാണ്. ആത്മാവാണ് അതറിയുന്നത്. ഇപ്പോൾ ഉറങ്ങുന്നത് എങ്ങനെ അറിയണേ? നമ്മൾ ബുദ്ധി കൊണ്ടാണോ നമ്മൾ ആ സ്വപ്നം കാണുന്നത്? ബുദ്ധി പ്രവർത്തിച്ചിട്ടല്ല സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ സ്വപ്നം കണ്ടത് ആരാണ് അറിഞ്ഞത്? പ്രതികരണശേഷിയല്ല, തെറ്റായ ഒരു ധാരണ, ഞാനാണ് അത് കാണുന്നത് എന്ന് ആ ആത്മാവ് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ആത്മാവാണ് നമ്മുടെ മനസ്സിനെ കൊണ്ട് ആത്മാവിൻ്റെ സങ്കല്പമാണ് മനസ്സിനെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്, ഞാൻ ഇന്നലെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിയോ ഒന്നുമല്ല, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മുടെ ശരീരം അനങ്ങിയിട്ടേ ഇല്ല, മനസ്സുകൊണ്ട് നമ്മൾ കണ്ടു. പക്ഷേ ഈ മനസ്സുകൊണ്ട് കണ്ടതിനെ, ഇപ്പം കണ്ണുകൊണ്ട് ഒരു രൂപം കണ്ടു, ഞാൻ പറയട്ടെ, കണ്ണുകൊണ്ട് ഞാനൊരു രൂപം കണ്ടു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് കണ്ണ് ആ രൂപത്തെ വലിച്ചെടുക്കുക ചെയ്യുന്നുള്ളൂ. അതിന് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. അതിനെ അനുഭവിച്ചതാരാ? നല്ല ഇഷ്ടമുള്ള രൂപം, നല്ല ഇഷ്ടമില്ലാത്ത രൂപം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചതാരാ? മനസ്സ് അല്ലേ? യഥാർത്ഥത്തിൽ കണ്ണ് ആ രൂപത്തെ വലിച്ചെടുത്ത്, മനസ്സ് എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണല്ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ള കാഴ്ച, ഇഷ്ടമില്ലാത്ത കാഴ്ച എന്ന് വേർതിരിച്ചതിനെ അനുഭവിച്ചത് ആത്മാവാണെന്ന്. അതായത് ആ രൂപം അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അനുഭവിച്ചത് ആത്മാവാണ്. പക്ഷെ ആ ആത്മാവ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണില്ല, ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണമൊന്നും എനിക്കില്ല, ഞാൻ ഇതിൽ നിന്നൊക്കെ മുക്തനായി നിൽക്കുന്ന പരമപുരുഷനാണ്, പരംപുരുഷനാണ് ഞാനെന്നുള്ള മറന്നുപോയി. കാരണം എന്താ? ഈ ഗുണങ്ങളുടെ വ്യതിയാനത്തിൽ ആ ആത്മാവ് പെട്ടുപോയപ്പോൾ ഈ ഗുണങ്ങൾക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങളെ, സാത്വികവും രാജസികവും താമസികവുമായ വ്യതിയാനങ്ങളെ, ഞാനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. സങ്കടം വരുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്നു എന്ന് നമ്മുടെ നാവ് പറയുമ്പോൾ അത് ആത്മാവാണ് തെറ്റായി സങ്കല്പിക്കുന്നത്. ഞാൻ സങ്കടപ്പെടുന്നു. ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിലല്ലാന്ന്, അത് ആത്മാവിൻ്റെ മിഥ്യാസങ്കല്പമാണെന്ന്. ഇപ്പം പ്രതികരണശേഷി എന്ന് പറഞ്ഞത് ആത്മാവ് തെറ്റായി ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആത്മാവിന് ഇതൊന്നുമില്ല. ഈ വ്യതിചലനങ്ങളും വ്യതിയാനങ്ങളും ഒന്നും ആത്മാവിനില്ല. പക്ഷേ ത്രിഗുണങ്ങളുടെ വ്യതിയാനം കൊണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം ഇളകിയപ്പോൾ ഞാൻ ഇളകുന്നു എന്ന് ആത്മാവിന് തോന്നുകയാണ്. ഒരു തെറ്റിദ്ധാരണ, മനസ്സിലായോ? ഒരു തെറ്റായ ഒരു സങ്കല്പം ആത്മാവിന്, ഞാൻ ഇളകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ദുഃഖിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ഞാൻ സുഖമായി ഉറങ്ങുന്നു, ഞാൻ ഭയക്കുന്നു എന്ന് ആത്മാവിന് തോന്നുന്നതാണ് നമ്മൾ. അതിന് കാരണം എന്താ? മനസ്സ് പ്രവർത്തിക്കുന്നതല്ലേ. മനസ്സിലാണല്ലോ, നമ്മൾ മനസ്സുകൊണ്ടാണല്ലോ അത് പുറത്തേക്ക് വരുന്നത്. ആത്മാവിൻ്റെ ആ സങ്കല്പം പുറത്തേക്ക് വരുന്നത് മനസ്സുകൊണ്ടാണ്. എന്നാൽ ഈ മനസ്സ് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണത്താലാണ് ഈ മനസ്സ് ചലിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ചലനത്തിന് ആത്മാവ് വിധേയമാവുകയാണ്, അതിൽ പെട്ടുപോവുകയാണ്. ഞാനും അതാണ് അനുഭവിക്കുന്നതെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് പെട്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ആത്മാവിന് ചലനമില്ല. മനസ്സിലായോ? ഒരു പ്രതികരണ ശേഷിയോ അല്ലെങ്കിലോ, അതല്ലേ പറഞ്ഞ് വികാരങ്ങളൊന്നുമില്ല യഥാർത്ഥത്തിൽ.
ഗുണങ്ങളെ ഒന്നും തന്നെ ആത്മാവ് ബാധിക്കുന്നില്ല. പക്ഷേ ഈ കുടത്തിലിരിക്കുന്ന കുഞ്ഞാകാശത്തിന് കുടത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒരു ഷേപ്പ് വരികയാണ്. യഥാർത്ഥത്തിൽ ആകാശത്തിന് ഷേപ്പ് ഉണ്ടോ? ഇല്ല. എന്നാൽ കുടത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ കുടത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? അതനുസരിച്ച് ആ ഷേപ്പിന് കുടത്തിനുള്ളിലിരിക്കുന്ന ആ കുഞ്ഞാകാശത്തിന് ഒരു ഷേപ്പ് വരില്ലേ? അപ്പോൾ ആ കുടത്തിനുള്ളിലിരിക്കുന്ന ആകാശം വിചാരിക്കുകയാണ് ഇതാണ് എൻ്റെ ഷേപ്പ് എന്ന്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഷേപ്പുണ്ടോ? കുടം പൊട്ടിയ അതിന് ഷേപ്പില്ല. പക്ഷെ അത് തെറ്റിദ്ധരിക്കുകയാണ്, എനിക്ക് ഷേപ്പിലാണ് ഉള്ളത് എന്ന് തെറ്റിദ്ധരിക്കുക. ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് വിചാരിക്കുകയാണ് ഈ ഒരു സ്ത്രീ ശരീരം, ഈ രൂപം ഇതെൻ്റെ രൂപമാണെന്ന് ഈ ആത്മാവ് തെറ്റിദ്ധരിച്ചു. പുരുഷ രൂപത്തിലിരിക്കുന്ന ആത്മാവ് പുരുഷ ശരീരത്തിലിരുന്ന് ഇതാണ് എൻ്റെ രൂപം എന്ന് തെറ്റിദ്ധരിച്ചു. അപ്പം എന്താ സംഭവിക്കുന്നത്? ആ രൂപത്തിൻ്റെതായ വികാര വിചാരങ്ങളൊക്കെ എൻ്റെ വികാര വിചാരങ്ങളാണെന്ന് തെറ്റായ ഒരു സങ്കല്പം ആത്മാവിന് വന്നു. അങ്ങനെ വന്നപ്പോൾ ആ ആത്മാവിന് ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ചെയ്തു കൂട്ടണ എല്ലാ കർമ്മ പ്രാരാബ്ദങ്ങൾക്കും ബന്ധനം പ്രാരാബ്ദം വന്നു. കർമ്മങ്ങൾക്ക് ഞാൻ എന്ന അഹങ്കാരത്തിലിരുന്നിട്ടല്ലേ ചെയ്യണേ. ആ രൂപമാണ് ഞാൻ, ഈ ഷേപ്പാണ് ഞാൻ എന്ന് വിചാരിച്ചില്ലേ? അപ്പോൾ അതിലിരുന്നു കൊണ്ട് കർമ്മം ചെയ്തപ്പോൾ അതിനൊക്കെ കർമ്മബന്ധവും വന്നു. അപ്പോൾ ആ ആത്മാവിന് വേറെ ഓരോ യോനികളിലൂടെ ജനന മരണങ്ങൾക്ക് ശരീരം എടുത്ത് വന്നും പോയിക്കൊണ്ടിരിക്കണം. ഇതിന് കാരണം ആത്മാവിൻ്റെ തെറ്റായ ഒരു സങ്കല്പം, ഒരു മിഥ്യാധാരണ. അതിന് കാരണം എന്താ? ആ മിഥ്യാധാരണ വരാനുള്ള കാരണം എന്താ? പ്രകൃതിയുടെ ചലനം. അതായത് സത്വരജ തമോ ഗുണങ്ങൾ കൊണ്ട് മനസ്സും ബുദ്ധിയും ശരീരവും ചലിക്കുന്നു. അപ്പോൾ ആ ചലനം പ്രകൃതിയാണ് ചലിക്കുന്നത്, ഞാൻ ആത്മാവാണെന്ന് വേറിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ ആത്മാവ് അതിനകത്ത് പെട്ടുപോയിട്ട് അതിൻ്റെ ഒപ്പം ചലനത്തിന് വിധേയമാകുന്നു. അതാണ് ആത്മാവിൻ്റെ ജനന മരണത്തിന് കാരണമാകുന്നത്. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായി ത്രിഗുണാത്മകമായി ഉണ്ടായ ഒരു ശരീരത്തിൽ വസിക്കുന്ന ഒരാത്മാവ് ത്രിഗുണങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. അതിന് വികാരമില്ല, കർത്തൃത്വബോധമില്ല, ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ അതീതനാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ജലത്തിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബം പോലെ. അത് വെള്ളം അനങ്ങുമ്പോൾ പ്രതിബിംബം അനങ്ങുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ആ ആത്മാവിന് അനക്കല്ല എന്ന് ആത്മാവ് തിരിച്ചറിയുന്നില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 2. സഹയേഷയർഹി പ്രകൃതേഹേ ഗുണേഷു അഭിവിഷജ്ജതേ അഹം ക്രിയ വിമൂഢാത്മാ കർത്താ അസ്മി ഇതി അഭിമന്യതേ. സഹ, ആ പുരുഷനുണ്ടല്ലോ, ആ ജീവാത്മാവ്, സഹയേഷ യർഹി, എപ്പോഴാണോ പ്രകൃതേ ഗുണേഷു, പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽപ്പെട്ട് അഭിവിഷജ്ജതേ, അതായത് ഈ സത്വരജ തമോ ഗുണങ്ങളിൽ പെട്ടിട്ടുള്ള അതിൽ മുഴുകുന്ന മനസ്സിലും സാത്വികമായതും രാജസികമായതും താമസികമായതും ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നു, ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളിൽ ആസക്തമായിട്ട് അഹംക്രിയ വിമൂഢാത്മ, അഹംക്രിയ, ഞാനാണ് എല്ലാ കർമ്മവും ചെയ്യുന്നത് എന്ന കർത്തൃത്വബോധം, അഹങ്കാരം എന്ന വിമൂഢാത്മ, ഞാൻ എന്ന അഹങ്കാരം തോന്നിയിട്ട് ഈ രൂപമാണ് ഇപ്പം എൻ്റെ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഈ രൂപമാണ് എൻ്റെ എന്ന് തെറ്റിദ്ധരിക്കുന്ന അഹങ്കാരത്താൽ വിമൂഢമായിട്ട് കർത്താ അസ്മി ഇതി, ഞാനാണ് കർത്താവ്, കർമ്മം ചെയ്യുന്നത് എന്ന് ഇപ്രകാരം അഭിമന്യതേ, വിചാരിച്ചു പോകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ആ ആത്മാവിനെ ആ തെറ്റിദ്ധാരണയിൽ പെടുത്താൻ വരെ ശക്തിയുള്ളതാണ് മായ. മനസ്സിലായ? മായയുടെ ത്രിഗുണങ്ങളാണ്, മായയാണ്, പ്രകൃതിയാണ് ചലിക്കുന്നത്. ആത്മാവിന് ചലനവുമില്ല, ഒരു വികാരങ്ങളുമില്ല, ഒന്നുമില്ല. മനസ്സിലായ? പക്ഷെ അത് മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത്. മറ്റത് തെറ്റിദ്ധാരണയാണ്, അല്ലേ? സത്വരജ തമോ ഗുണങ്ങൾ കൊണ്ട് വ്യതിയാനത്താൽ ഈ ഭൗതിക ലോകത്ത് കാണുന്ന സകലതും ഉണ്ട് എന്ന് നമുക്ക് തോന്നുക. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നീലാകാശം കാണുന്നത് പോലെ. പക്ഷേ ഇത് ഈ ത്രിഗുണങ്ങളുടെ വ്യതിയാനമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്കും പവറാണ് അതിൻ്റെ ചലനത്തിന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുവിന് സ്വയം ഞാൻ ചലിക്കുന്നു എന്ന്, ഈ ഷേപ്പാണ് എൻ്റെ, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് ഒരു തോന്നൽ ഈ ആത്മാവിന് അഭിമന്യതയെന്ന് വെച്ചാൽ അത് വിചാരിച്ചു പോകുന്നു. അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിനെ അത് മറന്നുപോകാന്ന് വെച്ചാൽ അത്രയ്ക്കും ചലനം ഇവിടെ സംഭവിക്കണേ. കുത്തിമറിയുന്ന വെള്ളത്തിലാണ് ആ പ്രതിബിംബം എങ്കിൽ ഉള്ളിൽ കിടക്കുന്ന പ്രതിബിംബം തോന്നുകയാണ് ഞാനും ഇളകുന്നുണ്ട് എന്ന്.
നമ്മൾ പറയില്ലേ, ഏതൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സാഹചര്യം ആ വ്യക്തിയുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നു പറഞ്ഞിട്ടില്ലേ. നല്ല കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ അതിൽ പോകും, ചീത്ത കൂട്ടുകാരിൽ പെട്ടാൽ കുറേ കാലം അതിൽ കുറച്ച് നാൾ നമ്മൾ അടുപ്പിച്ച് അങ്ങനെ ഒരു സഹവാസത്തിൽ പെട്ടാൽ പിന്നെ നമ്മൾ അതിലായി പോകുമെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ ശരീരത്തിലിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ചലനങ്ങൾക്കനുസരിച്ച് ഈ ആത്മാവ് ഇതിൻ്റെ സ്വയം സ്വരൂപത്തെ മറന്നിട്ട് ഞാനാ ഇവിടെ ചലിക്കണേന്ന്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതാണ് എൻ്റെ ഷേപ്പ്, ഇതാണ് എൻ്റെ രൂപം, ഈ രൂപമാണ് ഞാൻ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയിൽ ഈ മായയിൽ പെട്ട് വിചാരിച്ചു പോകുന്നു ആത്മാവ്. ഇനി ശ്ലോകം 3. അങ്ങനെ വരുമ്പോൾ തേന സംസാര പദവിയും ആവേശ അഭ്യേദി അനിർവൃത പ്രാസംഗികൈ കർമ്മദോഷൈ സദസത് മിശ്രയോനിഷു. തേന ആയതിനാൽ, അതായത് ആത്മാവ് ഇങ്ങനെ ഒരു തെറ്റായ ധാരണ, ഞാൻ ഈ ഷേപ്പ് കാണുന്ന, ഈ ഒരു ഷേപ്പിൽ കാണുന്ന ഞാനാണ് എന്നൊരു വ്യക്തിയുണ്ട്, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നൊരു തെറ്റിദ്ധാരണ വന്നപ്പോൾ സംസാര പദവി, അതായത് ഈ ലോകത്ത് ഈ സംസാരത്തിൽ ഇങ്ങനെ ജനന മരണം എന്ന ആവർത്തനത്തിന് ആവേശ നിസ്സഹായതയോടെ അഭേദ്യ വിധേയനാകുന്നു. അനിർവൃത ഒരു സംതൃപ്തിയില്ലാതെ, ഒരു സന്തോഷമില്ലാതെ. യഥാർത്ഥത്തിൽ ആത്മാവ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? പരമാനന്ദ സാഗരം എന്നാണ് പറയുന്നത് മേൽപ്പത്തൂര് നാരായണീയത്തിലെ, അല്ലേ? ആത്മാവ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാനന്ദമാകുന്ന സാഗരാണ്. പക്ഷേ അതാണ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം. പക്ഷേ ആ ആത്മാവ് ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയും, ശരീരത്തിലിരുന്നപ്പോൾ ഈ ഷേപ്പിലൂടെ കാണുന്ന ഈ കുടമാണ്, ഈ ശരീരമാണ് ഞാൻ, ഇതാണ് എൻ്റെ ഷേപ്പ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ ആ കുടത്തിൻ്റെ സ്വഭാവം എന്താ, അല്ലെങ്കിൽ ആ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ സ്വഭാവം, ഇപ്പോൾ സാത്വികമായിട്ട് ആ മനസ്സാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തി, അതിനനുസരിച്ചുള്ള ചിന്തകൾ വരും. അപ്പോൾ ആ ഒരു സാത്വികനായിട്ടുള്ള ആൾക്ക് പോലും, സത്വഗുണിക്ക് പോലും ഉണ്ട് സുഖവും സന്തോഷവും, ഇഷ്ടാനിഷ്ടങ്ങളെ, ഇല്ലേ? പൂർണ്ണ സംതൃപ്തി സത്വഗുണി പോലും അനുഭവിക്കുന്നില്ല, രജോ ഗുണി തമോ ഗുണി ഇല്ല. അപ്പോൾ പൂർണ്ണമായ സംതൃപ്തവും പൂർണ്ണമായ ആനന്ദവും ആത്മാവിനില്ലാതെ നിസ്സഹായമായിട്ട് ജനന മരണങ്ങൾക്ക് വിധേയമാകുന്നു. പ്രാസംഗികൈഹി എന്ന് വെച്ചാൽ ഭൗതിക പ്രകൃതിയുടെ സഹവാസം, ത്രിഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന ശരീരത്തിൽ വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് കർമ്മദോഷൈഹി, കർമ്മങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പ്രാരാബ്ദങ്ങൾ, അതാണ് കർമ്മദോഷം. ആ കർമ്മദോഷങ്ങൾ അനുഭവിക്കാൻ സത് അസത് മിശ്രയോനിഷു, സത്തും അസത്തുമായിട്ടും മിശ്രമായിട്ടുള്ള, അതായത് ചിലപ്പോൾ നല്ല സത്തായിട്ടുള്ള ആൾക്കാരുടെ, സാത്വികരുടെ, ചിലപ്പോൾ താമസ്തമോ ഗുണമുള്ളവരുടെയൊക്കെ മിശ്ര യോനിഷു, യോനികളിൽ വന്ന് പിറക്കേണ്ടതായിട്ട് വരുന്നു. ആ കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ എന്താ സത്യത്തിൽ കാരണം? യഥാർത്ഥത്തിൽ ഈ ആത്മാവിന് ഈ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല. ഞാൻ ആ ഷേപ്പിൽ വന്നപ്പോൾ കുടത്തിനുള്ളിലിരിക്കുന്ന കുഞ്ഞാകാശത്തിന് ഇതെൻ്റെ ഷേപ്പാണ് എന്ന് തോന്നിയില്ലേ? അതാണ് ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആത്മാവിന് ഇതാണ് ഞാൻ, ഇതാണ് ഈ സ്ത്രീയാണ്, രൂപമാണ് ഞാൻ, ഇതാണ് എൻ്റെ ശരീരം, ഇത് ഞാനാണ് എന്ന് തോന്നിയില്ലേ? അപ്പോൾ ആ തോന്നലിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ, അപ്പോൾ ആ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെ ഷേപ്പ് എങ്ങനെയാണ്? സത്വഗുണമാണെങ്കിൽ അത്, രജോ ഗുണമാണെങ്കിൽ അത്, തമോ ഗുണം കൂടി നിൽക്കുന്നതാണെങ്കിൽ അത്. അപ്പോൾ ഏത് ഗുണമാണോ അതിനനുസരിച്ച് ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു, പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്നതൊക്കെ ഇതിനകത്തിരിക്കുന്ന, അപ്പോൾ ചലനം ആർക്കാണ്? ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും. അത് പ്രകൃതിയുടെ സ്വഭാവം. പക്ഷേ അതിനകത്തിരിക്കുന്ന ആത്മാവ് ഈ ശരീരത്തിൻ്റെ ഈ ഷേപ്പ് കണ്ടപ്പോൾ ഇത് ഞാനാണെന്ന് ധരിച്ചപ്പോൾ ഈ ശരീരം കൊണ്ട് പറയുന്നതും ചെയ്യുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമായ കർമ്മങ്ങളൊക്കെ ഞാനാ ചെയ്യുന്നത്. കാരണം ഈ ഷേപ്പ് ഞാനാണ് ചിന്തിച്ചില്ലേ? അപ്പം ഞാനാ ചെയ്യുന്നത് എന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരത്തിൽ നിന്ന് ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും പ്രാരാബ്ധം അനുഭവിക്കാനായി ആ ആത്മാവ് സത്തായിട്ടുള്ളതും പിന്നെ അസത്തായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള മിശ്രങ്ങളായിട്ടുള്ള യോനിയിൽ ഭൂമിയിൽ വന്ന് ജനിച്ചു മരിച്ച് പുനർജന്മങ്ങൾക്ക് നിസ്സഹായമായിട്ട് സംതൃപ്തിയില്ലാതെ വിധേയനായി പോകേണ്ടതായി വരുന്നു. ഇവിടെ വരെ മനസ്സിലായോ? പറയൂ ആരെങ്കിലും, ഇവിടെ വരെ മനസ്സിലായോ? അതുകൊണ്ടായിരിക്കുമല്ലോ അടുത്ത്
എവിടെ ജനിക്കണം എന്നൊക്കെ. അതെ, അതാണ് ആ കർമ്മഫലത്തിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ രീതിയിലുള്ള കർമ്മങ്ങളാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ. കുറച്ച് സദ്ഗുണങ്ങളാണെങ്കിൽ സത്വമായിട്ടുള്ള യോനിയിലും, കുറച്ച് ദുരനുഭവങ്ങളാണെങ്കിൽ അസത്തായിട്ടുള്ള യോനികളിലും ഒക്കെ മിശ്രമായി വന്ന് ജനിച്ചു മരിച്ച് ജനന മരണങ്ങൾക്ക് വിധേയമാകാനുള്ള കാരണം ചലിക്കുന്നത് പ്രകൃതിയാണ്, പക്ഷെ ഞാൻ ചലിക്കുന്നു എന്ന് ആത്മാവിന് തോന്നിയതാണ്. മനസ്സിലായ? ആ സങ്കല്പമാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആ കുടത്തിനുള്ളിലിരിക്കുന്ന ആ കുഞ്ഞാകാശം, ഇതാണ് എൻ്റെ ഷേപ്പ്, ആ കുടത്തിൻ്റെ ഷേപ്പ്, ഇതാണ് എൻ്റെ ഷേപ്പ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇവിടെ കുടം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഒന്നാ, ഒരു ഷേപ്പില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയാണ് ആകാശം. പക്ഷെ കുടത്തിനുള്ളിലിരിക്കുന്ന കുഞ്ഞാകാശം ആ കുടത്തിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഇതാണ് എൻ്റെ ഷേപ്പ് എന്ന് ധരിച്ചപ്പോൾ ഞാൻ ഇതാന്ന് വിചാരിച്ചില്ലേ, അതിലിരുന്നു കൊണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ആ കർമ്മബന്ധങ്ങളൊക്കെ പിന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ആ ഷേപ്പ് പൊട്ടി വേറെ ഷേപ്പിലേക്ക് പോണ്ടി വരും, വേറെ ഷേപ്പിലേക്ക് പോണ്ടി വരും. മനസ്സിലായോ? യഥാർത്ഥത്തിൽ എനിക്ക് ഷേപ്പില്ല എന്നുള്ളത് ആ കുഞ്ഞാകാശം മനസ്സിലാക്കണില്ല. എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് ആ ജീവൻ. ഏതിലാണ് ഇല്ലാത്തത്? എല്ലാത്തിലും ഉണ്ടല്ലോ. മരമായിട്ടും സസ്യമായിട്ടും മൃഗങ്ങളായിട്ടും മത്സ്യമായിട്ടും പക്ഷികളായിട്ടും കൃമികീടങ്ങളായിട്ടും ഒക്കെ ശരീരരൂപത്തിൽ എടുക്കുന്നതൊക്കെ ആ ജീവാത്മാവാണ്. ഓരോ കർമ്മബന്ധങ്ങൾക്കനുസരിച്ച് എടുക്കേണ്ടി വരുന്നു. അതാണ് സാരം. ഇനി ശ്ലോകം 4. അർത്ഥേഹി അവിദ്യമാനഃ അപി സംസൃതിഃ ന നിവർത്തതേ ധ്യായതഃ വിഷയാൻ അസ്യ സ്വപ്നേ അർത്ഥ ആഗമഃ യഥാ. അപ്പോൾ അർത്ഥേഹി അവിദ്യമാനഃ അപി, അവിദ്യമാനഃ എന്ന് വെച്ചാൽ എന്താ? ശരിക്കും നിലനിൽപ്പില്ലാത്തത് എന്നർത്ഥം. എന്ന് വെച്ചാൽ യഥാർത്ഥമല്ലാത്തതാണ് അർത്ഥേ. അർത്ഥേ എന്ന് വെച്ചാൽ ഈ ലോകം, ഈ കാണുന്ന ലോകം ശരിക്കും യഥാർത്ഥമല്ല, നിലനിൽപ്പില്ലാത്തതാണ്. കാരണം ഇത് ത്രിഗുണമാണ്, ഇത് യഥാർത്ഥമല്ല എന്ന് നമ്മൾക്കറിയാം. അത് എങ്കിൽ പോലും ഈ ആത്മാവ് യഥാർത്ഥമല്ലാത്ത ഈ ലോകത്ത് ആത്മാവ് എന്തിനാ ഇങ്ങനെ ബന്ധനം വരണേ എന്നുള്ളതിൻ്റെ കാരണമാണ് പറയുന്നത് കേട്ടോ. യഥാർത്ഥമല്ല ഈ ലോകം, പക്ഷേ എങ്കിലും സംസൃതി, ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നു എന്ന് ഒരു ആത്മാവ് ചിന്തിച്ചാൽ നിവർത്തതേ, പിന്നെ എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റും? അതിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് കടക്കാൻ നിവർത്തിയില്ല എന്ന് നിവർത്തതേ, കടക്കാൻ പറ്റില്ല. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന ഒരു ആത്മാവ്, യഥാർത്ഥത്തിൽ ഈ ലോകം എന്ന് പറയുന്നത് യഥാർത്ഥമല്ല, നിലനിൽക്കാത്ത ഒന്നാണ്. അതൊരു തോന്നലാണ്, ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ അത് യഥാർത്ഥമാണ് എന്ന്, ഞാനിവിടെ ജീവിക്കുന്നു, ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് ഒരാത്മാവ് വിചാരിച്ചാൽ പിന്നെ എങ്ങനെ അതിൽ നിന്ന് അതിന് പുറത്തേക്ക് കിടക്കാൻ പറ്റും? ഇത് യഥാർത്ഥമല്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ധ്യായതഃ വിഷയാൻ അസ്യ, ആ ജീവാത്മാവ് ധ്യായതഃ വിഷയാൻ, നിരവധി ഭൗതിക വിഷയങ്ങളെ, ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വിഷയ ആത്മാവ് ചിന്തിക്കാന്ന് വെച്ചാൽ അർത്ഥം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് നമ്മളെ മനസ്സിൽ തോന്നിയിട്ട് നമ്മൾ പറയാൻ കാരണം യഥാർത്ഥത്തിൽ അത് അനുഭവിച്ചതാരാ? ആത്മാവാണ് ആ സുഖത്തെ അനുഭവിച്ചത്. അപ്പോൾ ആത്മാവ് അനുഭവിച്ചു, ആ സുഖം അനുഭവിച്ചപ്പോൾ ആത്മാവ് ഉള്ളിലിരുന്ന് മനസ്സിൽ തോന്നിച്ചു. അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിൽ തോന്നി സുഖമായി ഉറങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ സുഖമായി ഉറങ്ങിയെന്ന്. യഥാർത്ഥത്തിൽ ആ സുഖം എന്താണെന്ന് നമുക്കറിയില്ല, അത് അനുഭവിച്ചത് ആത്മാവാണ്. അപ്പോൾ അതുപോലെ ഇവിടെ പറയാണ്, ഈ ഭൗതികമായ വിഷയങ്ങളുണ്ടല്ലോ, അതായത് ഞാൻ ചിരിക്കുന്നു, എനിക്ക് പഠിക്കണം, എനിക്ക് ആ ജോലി വേണം, എനിക്ക് ഇന്ന ആളെ വിവാഹം കഴിക്കണം, എനിക്ക് ഇന്നതാണ്, എൻ്റെ മക്കളെ ഇങ്ങനെ എത്തണം, ഇത്രയും സമ്പാദിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടിരിക്കുകയാണെന്ന് ആ ആത്മാവിന്. യഥാർത്ഥത്തിൽ ആത്മാവിന് ഇതൊന്നുമില്ല, പക്ഷെ ആത്മാവ് സ്വയം അങ്ങനെ ഈ ഷേപ്പാണ് എൻ്റെ, ഞാൻ ഈ പുരുഷരൂപമാണ് അല്ലെങ്കിൽ ഈ സ്ത്രീ രൂപമാണ് ഞാൻ വിചാരിച്ചല്ലോ. അപ്പം ഞാൻ ഇന്ന അച്ഛനും അമ്മയ്ക്കും ജനിച്ചു, ഞാൻ ഇന്നതുപോലെയൊക്കെ ആവണം, എനിക്ക് ഇന്ന ലക്ഷ്യങ്ങളുണ്ട്, ഇന്നതൊക്കെ നേടണം എന്ന് ചിന്തിച്ചപ്പോൾ ആത്മാവ് അങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറയാണ്, സ്വപ്നേ അനർത്ഥ ആഗമഃ യഥാ. സ്വപ്നത്തിൽ അനർത്ഥം, എന്തെങ്കിലും ഒരു അപകടം വരുന്നത്, ആഗമഃ വരുന്നതായി കാണുമ്പോൾ യഥാ എന്നതുപോലെയാണ് അത് യഥാർത്ഥമാണോ? നമ്മൾ സ്വപ്നം കാണുമ്പോൾ എന്തോ ഒരു അപകടം, അനർത്ഥം സംഭവിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട് അതിനെ. അയ്യോ, ആ സ്വപ്നത്തിൽ നമ്മൾ പേടിച്ച്, നമ്മൾ എന്തോ ഒന്ന് പിടിക്കാൻ വരുന്നതായിട്ടോ നമ്മൾ പേടിച്ചോടുന്നു, നമ്മളതൊക്കെ അനുഭവിക്കുന്നു.
ആത്മാവ് ദുഃഖം അനുഭവിക്കുന്നു, ഭയന്ന് ഓടുന്നു, എന്തോ പിടിക്കാൻ വരുന്നതായിട്ടൊക്കെ കാണുന്നു, ഭയന്നോടുന്നു. പക്ഷേ അത് യഥാർത്ഥമാണോ? അല്ല. അത് യഥാർത്ഥമല്ല എന്ന് എപ്പോഴാണ് മനസ്സിലാവുക? ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇത് യഥാർത്ഥമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് യഥാർത്ഥമല്ല എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരണ്ടേ? എന്ന് പറഞ്ഞതുപോലെ ഈ ലോക ജീവിതം യഥാർത്ഥമല്ല, ഇത് കണ്ടു മറയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു, ഈ ഭൗതിക വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെ എങ്ങനെയാണ് ഇത് യഥാർത്ഥമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന്? ആത്മാവ് സ്വയം, ഞാൻ പറഞ്ഞില്ലേ, കണ്ണൊരു രൂപത്തെ എടുക്കുന്നു. നമ്മൾ എന്താ പഠിച്ചത്? മനസ്സ് ആണ് അതിനെ അനുഭവിക്കുന്നത്, സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും. കണ്ണ് രൂപത്തെ എടുത്താൽ ഈ കണ്ണെന്ന ഇന്ദ്രിയത്തെ ഉപയോഗിച്ച് സത്യത്തിൽ അത് കണ്ടതാരാ? ഈ കണ്ണെന്ന ഇന്ദ്രിയത്തെ, ശരീരത്തെ സ്വീകരിച്ചത്, ശരീരത്തിൽ വസിക്കുന്ന ആ ക്ഷേത്രജ്ഞനാകുന്ന ആത്മാവാണ് ആ കണ്ണുകൊണ്ട് അത് കണ്ടത്. എന്നിട്ട് ആ ആത്മാവ് അത് കണ്ടപ്പോൾ മനസ്സ് അതിൽ സന്തോഷിക്കുകയും ഇഷ്ടമുള്ള കാഴ്ചയാണെങ്കിൽ സന്തോഷിച്ചു, ഇഷ്ടമില്ലാത്ത കാഴ്ചയാണെങ്കിൽ വെറുത്തു. അപ്പോൾ അതിനെ അനുഭവിച്ചത് യഥാർത്ഥത്തിൽ മനസ്സിൽ അങ്ങനെ തോന്നി. അത് സത്വഗുണമാണെങ്കിൽ, മനസ്സ് സത്വഗുണാത്മകമാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നു, രജോ ഗുണാത്മകമാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല, തമോ ഗുണാത്മകമാണെങ്കിൽ വെറുക്കുന്നു. അതിനനുസരിച്ച് വ്യതിയാനം വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവ് ഞാൻ കണ്ടു, എനിക്കിഷ്ടമുള്ളത് എന്ന് ആത്മാവ് തെറ്റിദ്ധരിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ ആത്മാവിന് ഈ മനസ്സുമായിട്ടും ഈ കണ്ണായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതൊരു പരമസ്വരൂപമാണ്. പക്ഷെ അത് ഈ കണ്ണ് കാഴ്ചയെ സ്വീകരിച്ചു, മനസ്സ് അതിൻ്റെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് അതിനെ ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ ആത്മാവ് ഞാനാണ് അത് അനുഭവിച്ചത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആത്മാവിന് ഇതായിട്ട് യാതൊരു, അതെന്താണെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ഈ ചലനത്തിൽ ഞാൻ ഇളകുന്നു, ഞാൻ ചലിക്കുന്നു, ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് ആ ചലനത്തിൻ്റെ ശക്തി കൊണ്ട് ആത്മാവിനൊരു തെറ്റിദ്ധാരണ, ഒരു മിഥ്യാസങ്കല്പം അവിടെ വന്നതാ. അതാണ് പറഞ്ഞത്, ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് കാണുന്ന അനർത്ഥം വരുന്നത് കാണാം. പക്ഷേ അത് അയാൾ ഭയന്ന് പേടിച്ച് വിറച്ച് അതിൻ്റെ ദുഃഖമൊക്കെ അനുഭവിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വല്ല ആവശ്യമുണ്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് ഇത് അനുഭവിക്കേണ്ടത്? കാരണം അയാൾ സ്വപ്നം കാണുക, യഥാർത്ഥത്തിൽ അയാളുടെ അടുത്തേക്ക് ഒരു ആപത്തും വരുന്നില്ല. അയാൾ സ്വപ്നം കാണുകയാണെന്നുള്ള അവബോധം അയാൾക്ക് എപ്പോഴാണ് വരിക? ഉറങ്ങിക്കിടക്കുമ്പോൾ വരുന്നില്ല, അയാൾ പുറത്തേക്ക് എണീറ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ എന്ന്. ഇതുപോലെ ആത്മാവ് ഒരു തെറ്റിദ്ധാരണയിൽ ഈ ലോക ജീവിതത്തിൽ ഈ സ്ത്രീ രൂപത്തിലിരിക്കുന്ന ഇതാണ് ഞാൻ, എനിക്ക് ഇന്ന ആളുടെ അച്ഛനും അമ്മയും, ഞാൻ പുത്രിയായി മകളായി ജനിച്ചു, എനിക്ക് ഇന്നതുപോലെയൊക്കെ ജീവിക്കണം, ഇന്നതൊക്കെയാണ് എൻ്റെ സങ്കല്പം എന്നിങ്ങനെ വിചാരിച്ച് ഈ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനെ ഈ ലോകം യഥാർത്ഥമല്ലെങ്കിൽ പോലും എങ്ങനെ പുറത്തേക്ക് കിടക്കാൻ പറ്റും? ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉറങ്ങിയോണ്ട് തന്നെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നം യഥാർത്ഥമല്ല എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എപ്പോൾ ഈ സ്വപ്നത്തിൽ നിന്നും പുറത്തേക്ക് വരണം, ഉറക്കം ഉണർന്ന് എണീറ്റ് വരുമ്പോഴാണ് ആൾക്ക് ഇത്ര നേരം കണ്ടത് ഒരു ആവശ്യമില്ലാത്ത ഭയമായിരുന്നു, ഓരോ ആപത്തും എനിക്കെതിരെ അല്ലെങ്കിൽ എന്നിലേക്ക് വരുന്നില്ല, ഞാൻ വെറുതെ സ്വപ്നം കണ്ട് പേടിച്ചതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരണം എന്ന് പറഞ്ഞ പോലെ ആത്മാവ് ഈ ലോകത്തെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ആത്മാവ് എന്ത് ഉപകരണം ഉപയോഗിച്ചിട്ട് ചിന്തിക്കണേ? മനസ്സ് അല്ലേ? ആത്മാവ് നമ്മുടെ ഈ കണ്ണുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടു എന്ന് പറയുന്ന ഈ ഞാൻ ആരാണ്? ആത്മാവ്. അപ്പോൾ ആത്മാവാണ് ഈ കണ്ണുകൊണ്ട് കാണുന്നത്, ആത്മാവാണ് ഈ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, ആത്മാവാണ് കൈയും കാലും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് ഞാൻ ജീവിക്കുന്നു, എനിക്ക് ഇന്നതൊക്കെ ലക്ഷ്യങ്ങളുണ്ട് നേടിയെടുക്കാൻ എന്ന് ചിന്തിക്കുന്നിടത്ത് ആത്മാവ് ഉറക്കത്തിലെ സ്വപ്നപ്പെട്ട് കിടക്കുകയെന്ന്. അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാണ്ട് ആത്മാവിന് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഉറക്കത്തിൽ കിടക്കുന്ന സ്വപ്നം കാണുന്ന ഒരാൾ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാപത്ത് വരുന്നതായി സ്വപ്നം കാണുമ്പോൾ ഭയത്തോടെ കിടന്നിങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കിടന്ന് നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ കിടക്കുമല്ലോ, അയാൾ തിരിച്ചറിയുന്നില്ല അത് യാഥാർത്ഥ്യമല്ല. അപ്പോൾ ആ ഉറങ്ങി കിടക്കുന്ന ആൾ ആത്മാവാണെന്ന് വിചാരിക്കാം. അപ്പം അയാളൊരു തെറ്റിദ്ധാരണയിൽ യഥാർത്ഥത്തിൽ എനിക്കൊരു പാമ്പ് കടിക്കാൻ വരുന്നു എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് ഭയന്ന് വിഷമിക്കുന്നു. യഥാർത്ഥത്തിൽ ഒന്നുമില്ല, അയാൾ സ്വന്തം വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. പക്ഷെ അയാളെല്ലാം അനുഭവിക്കുന്നു, ഉറക്കത്തിലെല്ലാം തെറ്റായിട്ട് അനുഭവിക്കുന്നു, യഥാർത്ഥമല്ലാത്ത എന്തോ ഒരു ഭയത്തെ അയാൾ അനുഭവിക്കുന്നു.
ഇതുപോലെ ആത്മാവിന് ഒരു വികാരവും ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്ന ഒരു ആനന്ദാവസ്ഥയാണത്. ഈ ആത്മാവ് എന്ന് പറയുന്നത് രൂപം ഒന്നുമില്ല. ഈ ആത്മാവ് തെറ്റിദ്ധരിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്നവരെ പോലെ തെറ്റിദ്ധരിച്ചിട്ട് ഈ ഭൗതിക ലോകത്ത് ഞാൻ ജീവിക്കണു എന്നൊക്കെ വിചാരിച്ച് ഇവിടെ കുറേ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സുകൊണ്ട് നടന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ ഇതൊക്കെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. മനസ്സ് പ്രവർത്തിക്കുന്നത് ആത്മാവിൻ്റെ അല്ല, പ്രകൃതിയുടെ ചലനം കൊണ്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്, സത്വരജതമോ ഗുണങ്ങൾ കൊണ്ട്. പക്ഷെ ആത്മാവ് ഞാനാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഞാനാണ് ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുകയെന്ന് മനസ്സിലായോ? ആത്മാവ് തെറ്റിദ്ധരിക്കുന്നു, ഞാനാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും ആരാ പ്രവർത്തിക്കുന്നത്? മനസ്സ് ചലിക്കുന്നുണ്ട്, ബുദ്ധി ചലിക്കുന്നുണ്ട്, ശരീരം ചലിക്കുന്നുണ്ട്. അതിന് കാരണം ആരാ? പ്രകൃതിയാണല്ലോ ചലിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി കാരണമാണ് ഇത് ചലിക്കുന്നത്. പക്ഷേ ആത്മാവ് വിചാരിക്കുകയാണ് ഞാനാണ് ചലിക്കണേന്ന്. ആത്മാവ് അതിൻ്റെ ഉള്ളിൽ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്മ മാത്രമാണ്, ഇതിനോടൊന്നും ബന്ധമില്ലാത്തത്. പക്ഷെ അത് മനസ്സിലാക്കാതെ ആത്മാവ് മനസ്സ് ദുഃഖിക്കുമ്പോൾ ആത്മാവ് വിചാരിക്കുകയാണ്, മനസ്സിൽ നമുക്ക് സങ്കടം തോന്നുമ്പോൾ ആ ആത്മാവ് വിചാരിക്കുകയാണ് ഞാനാണ് സങ്കടപ്പെടുന്നതെന്ന്. ആത്മാവിന് ഇതൊന്നുമില്ല. ആ തെറ്റായ ഒരു സങ്കല്പം മനസ്സിലായി. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആള് ഉറക്കത്തിൽ ഒരു പാമ്പ് കൊത്താൻ വരുമ്പോൾ പേടിച്ചു ഭയക്കുന്നത് പോലെ, യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഭയന്ന് വിഷമിക്കുന്നത് പോലെ ഈ ഭൗതിക ലോകം യഥാർത്ഥമല്ല, അതിലത്തെ ജീവിതത്തെക്കുറിച്ചും ഞാൻ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഇങ്ങനെ ആത്മാവ് ആ മനസ്സുകൊണ്ട് കുറേ കാര്യങ്ങളെ ആലോചിച്ച് ഭൗതിക വിഷയങ്ങളെ കൂട്ടി ആലോചിച്ച് ചിന്തിച്ചു കൂട്ടി നടക്കുന്നത് കൊണ്ട് ഈ യഥാർത്ഥമല്ലാത്ത ലോകത്ത് നിന്നും ആത്മാവിനൊരു പുറത്തേക്ക് കിടക്കാനായിട്ട് പറ്റണില്ല. ഉണരാണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ? ഇല്ല. ആത്മാവിനൊരു ഉണർവ് വരുന്നില്ല, ഇത് യഥാർത്ഥമല്ല, ഇതെൻ്റെ സ്വഭാവമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ആ ആത്മാവ് വരുന്നില്ല. മനസ്സ് ഈ ത്രിഗുണാത്മകമായിട്ട് ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ആത്മാവും മനസ്സുമാണ് ബന്ധം ഇരിക്കുന്നത്. ത്രിഗുണാത്മകമായിട്ട് ഈ മനസ്സ് ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ആത്മാവ് ഞാനാ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ചേർന്ന് നിൽക്കുക. യഥാർത്ഥത്തിൽ ആത്മാവിന് ഇതിന് ബന്ധമില്ല. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? യഥാർത്ഥത്തിൽ ഈ ആത്മാവ് എന്ന് പറയുന്ന ജീവന്, പുരുഷന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചലിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ മായയുടെ ചലനം കൊണ്ട് മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ, നല്ലതും സാത്വികവും രാജസികവും താമസികവുമായ ചിന്തകൾ മനസ്സിൽ വരുന്നത് മായയുടെ ത്രിഗുണ സ്വഭാവം കൊണ്ടാണ് എന്ന് ആത്മാവിന് മനസ്സിലാകാത്തതിൻ്റെ കാരണമാണ് ഇവിടെ പറഞ്ഞത്. കാരണം എന്താ? ഈ മനസ്സ് എപ്പോഴും ഈ ഭൗതിക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള നിരവധി ചിന്തകളിൽ പെടുന്നു എന്ന് മനസ്സിലായോ? മനസ്സിൽ സാത്വികമായിട്ടാണെങ്കിൽ അങ്ങനെ, രാജസികമായിട്ടാണെങ്കിൽ അങ്ങനെ, താമസികമായിട്ടാണെങ്കിലും ഭൗതിക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഓരോ സെക്കൻഡിലും അര സെക്കൻഡിലും ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ നിറയുന്നു. അതുകൊണ്ട് ആ ആത്മാവും ഇതിനോടൊപ്പം മായയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട്, മായയിൽ മുഴുകി ഇരിക്കുന്നത് കൊണ്ട് ആത്മാവ് ഞാനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. കാരണം എന്താ? മനസ്സ് അവിടെ നിശ്ചലമാവുന്നില്ല, മനസ്സ് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ആത്മാവിന് ഈ തെറ്റിദ്ധാരണയിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റണം? അങ്ങനെ പറ്റണമെങ്കിൽ 11ാമത്തെ ഇന്ദ്രിയമാകുന്ന മനസ്സ് നിശ്ചലമാവണം, ചലിക്കാണ്ടാവണം. മനസ്സിലായോ? മനസ്സ് ചലിക്കാതാവണം. ഭൗതിക വിഷയങ്ങളെയാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ശമിച്ച് മനസ്സിൻ്റെ തോട്ട്സ് കുറഞ്ഞ് മനസ്സൊന്ന് ചലനമില്ലാത്ത, ഇളക്കമില്ലാത്ത നദി പോലെ മനസ്സ് ശാന്തമാകുമ്പോഴേ ആത്മാവിന് കുറേശ്ശെ ഞാൻ ആരാ എൻ്റെ യഥാർത്ഥ അസ്തിത്വം എന്താണെന്നുള്ള ഈ മനസ്സിൽ നിന്നും പിന്നിട്ട് അതേ ജീവൻ അത് പോയാൽ പിന്നെ ശരീരം മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരാളും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? നമുക്കുള്ള എല്ലാ അവയവവും അയാൾക്കില്ലേ? എന്താ വ്യത്യാസം? നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട്, അവരുടെ ഉള്ളിൽ ജീവനില്ല, അത്രയല്ലേ ഉള്ള വ്യത്യാസം. അതിനെ കാണാൻ പറ്റുമോ? ആ ജീവന് ഒരു രൂപം ഉണ്ടാ, ആകൃതി ഉണ്ടാ, മണത്തറിയാൻ പറ്റുമോ? ഏതെങ്കിലും രീതിയിൽ അറിയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് പുരുഷൻ. പക്ഷെ ആ പുരുഷൻ ചലിക്കുന്നു ഞാൻ എന്ന് പുരുഷന് തോന്നാൻ കാരണം പ്രകൃതിയുടെ മായയാണ്. പ്രകൃതിയാണ് ചലിക്കുന്നത്, പുരുഷൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. പുരുഷനാണ് ആ ജീവൻ നൽകുന്നത്. എന്നാൽ ഈ ഭൗതിക ശരീരത്തിനെ ചലിപ്പിക്കുന്നത് പ്രകൃതിയാണ്. ഈ ഭൗതിക ശരീരത്തെ ഉണ്ടാക്കിയതും പ്രകൃതിയാണ്.
അത് പറയാലോ, മായയുടെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിയാനത്താലാണ് ഒരു ശരീരം ഉണ്ടാകുന്നത്. എല്ലാ ചരാചരങ്ങളുടെയും അതിനെ ചലിപ്പിക്കുന്ന ശക്തിയും പ്രകൃതിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തേജസ്സായിട്ടിരിക്കുന്ന ജീവൻ പുരുഷനാണ്. ഈ പുരുഷന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ചലിക്കുന്ന ശരീരവും മനസ്സും ബുദ്ധിയും വന്നപ്പോൾ ആ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന പുരുഷൻ ഞാനും ചലിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിയും ശരീരവും ചലിക്കുന്നതിനേക്കാളും മുന്നേ കാരണം ഏറ്റവും ആദ്യം ചലിക്കുന്നത് ആരാ? മനസ്സാണ് ചലിക്കുക, അല്ലേ? മനസ്സ് ചലിക്കുന്നു, ചിന്തിക്കുന്നു, അവസാനം ബുദ്ധി തീരുമാനിക്കുന്നു. ആ തീരുമാനം കൈകാലുകളിലേക്ക് ബുദ്ധി കൊടുക്കുന്നു. കൈയും കാലും നാവും ഒക്കെ പറയുക, പ്രവർത്തിക്കുക, ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെയല്ലേ സയൻസ് പറയുന്നത്? മനസ്സിലാണ് തോട്ട്സ് വരുന്നത്. ആ തോട്ട്സ് കുറേ വേണോ വേണ്ടേ. ഇപ്പോൾ ഒരു റോഡ് ഇടമുറിയാൻ നിൽക്കുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. കടക്കണ്ടേ? അതിങ്ങോട്ട് വരുമ്പോഴേക്കും എനിക്ക് കടക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ ആ സമയത്ത്? ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാ? മനസ്സ്. പക്ഷേ അപ്പോൾ കുറേ ചിന്തിച്ചു, വേണോ വേണ്ടേ. അപ്പോഴേക്കും മനസ്സ് പറഞ്ഞു നമ്മളോട്. മനസ്സിന് ഭയങ്കര ശക്തിയല്ല, ബുദ്ധിക്ക് ഭയങ്കര പവറാണ്. ബുദ്ധി ആ കാറിൻ്റെ സ്പീഡ് ഏകദേശം അളക്കും. ഇവിടെ എത്തുമോ? നമ്മൾ അങ്ങോട്ട് എത്തില്ല, അപ്പോഴേക്കും ആ കാർ ഇവിടെ എത്തും. അത്രയ്ക്ക് സ്പീഡിലാണ് വരുന്നതെന്ന് ബുദ്ധി മനസ്സിലാക്കും. അപ്പോൾ ബുദ്ധി കാലുകൾക്ക് നിർദ്ദേശം കൊടുക്കും, മുന്നോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെച്ചാൽ അപകടത്തിൽപ്പെടും, കാരണം അവ അത്രയ്ക്ക് സ്പീഡിലാണ് വരുന്നത്. അല്ല, സ്പീഡ് കുറഞ്ഞിട്ടാണ് വരുന്നതെന്ന് ബുദ്ധി മനസ്സിലാക്കിയ ബുദ്ധി നമ്മുടെ കാലുകളോട് പറയും, പൊക്കോ, പതുക്കെ വരുന്നേ, നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാല് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കണേ, അല്ലെങ്കിൽ കാലിൽ വെക്കാൻ പറ്റില്ല. ബുദ്ധിയിൽ നിന്ന് നിർദ്ദേശം കിട്ടുമ്പോഴാണ് കാല് വെക്കുന്നത്. അതുപോലെ കൈകൊണ്ട് ഓരോന്ന് എടുക്കുന്നതും വെക്കുന്നതും നാവ് കൊണ്ട് പറയുന്നതും ഒക്കെ ബുദ്ധിയാണ് നിർദ്ദേശം നൽകുന്നത്. മനസ്സ് വേണോ വേണ്ടേന്ന് കുറേ ചിന്തിക്കും, ബുദ്ധി നിർദ്ദേശം നൽകും, കൈകാലുകൾ പ്രവർത്തിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ മനസ്സ് ഈ ചിന്തിക്കാൻ കാരണം എന്താ? സത്വ ഗുണമാണെങ്കിൽ അതിനനുസരിച്ച്, രജോ ഗുണമാണെങ്കിൽ അതിനനുസരിച്ച്, തമോ ഗുണമാണെങ്കിൽ അതിനനുസരിച്ച്. പക്ഷേ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയെയും സ്വീകരിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനായിരിക്കുന്ന ആത്മാവ് തെറ്റിദ്ധരിക്കരുതായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പക്ഷെ ആ പുരുഷൻ വിചാരിച്ചു, ഞാനാണ് ചലിക്കുന്നതെന്ന്, ഞാനാ ചിന്തിക്കുന്നേ, ഞാനാ തീരുമാനിച്ചേ, ഞാനാ പ്രവർത്തിച്ചേന്ന് ആ പുരുഷൻ വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞേ, സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി, നീ സുഖമായിട്ട് ഉറങ്ങിയെന്ന് ഞാൻ ഇങ്ങനെ അനുഭവിച്ചത്. നമ്മൾ ഉറങ്ങായിരുന്നു, നമുക്ക് അതിൻ്റെ ഇടയിലൊന്നും അറിയില്ല. അപ്പം അത് അനുഭവിച്ച ഒരാളുള്ളിലുണ്ടെന്ന് മനസ്സിലായില്ലേ? അതാണ് ആത്മാവ്, ജീവൻ. ആത്മാവാണ് പറയിപ്പിച്ചത്. അപ്പം നാവിലിരുന്ന് നമ്മൾ പറയാണ്, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. കാരണം നമ്മുടെ ബോധത്തിന് അതറിയില്ല, പക്ഷെ അത് ആ സുഖത്തെ അനുഭവിച്ച ആത്മാവ് പറയിപ്പിക്കുകയാണത്, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. അതൊരു തെറ്റിദ്ധാരണ മൂലമാണ്. ആത്മാവിന് യഥാർത്ഥത്തിൽ ഉറക്കമുണ്ടോ? ആത്മാവിന് രൂപമുണ്ടോ? ഒന്നുമില്ല. സാർ നേരത്തെ ചോദിച്ചില്ലേ, പ്രതികരണ ശേഷിയുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഞാനാണ് ഈ സുഖത്തെ അനുഭവിച്ചത്. നല്ല ഉറക്കമില്ലാണ്ട് തിരിഞ്ഞു മറിഞ്ഞും കിടന്നത് ഞാനാണെന്ന് ആത്മാവ് തെറ്റിദ്ധരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ ആ തോന്നലാണ് നമ്മൾ അപ്പോൾ അവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് യാതൊരു ചിന്തയില്ല. അപ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉറക്കത്തിൽ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം കാണുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ, സ്വപ്നത്തിൽ നിന്ന് ഉണരാതെ അയാൾക്ക് അതിൽ നിന്ന് രക്ഷയില്ല. അതുവരെ അയാളത് യാഥാർത്ഥമാണെന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞ മാതിരി ആത്മാവ് ഒരു ശരീരത്തെ സ്വീകരിച്ച് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഷേപ്പിൽ കാണുന്ന സ്ത്രീ ശരീരം അല്ലെങ്കിൽ പുരുഷ ശരീരം അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ശരീരം ഞാൻ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ ആ ശരീരവും മനസ്സും ബുദ്ധി ഉണ്ടല്ലോ, ആ മനസ്സ് വെച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ചിന്ത എന്താണ്? മനസ്സിന് പിന്നെ വെറുതെ ഇരിക്കില്ലല്ലോ, എപ്പോഴും ഓരോരോ ചിന്തകളാണല്ലോ. അങ്ങനെ ചിന്തിച്ചു കൂട്ടിയപ്പോൾ ആത്മാവ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു വെച്ചിട്ട് ആത്മാവ് അതിൻ്റെ പിന്നാലെ പോവുക, ഒരു ഉറക്കത്തിൽ പെട്ട് കിടക്കുന്ന ആളെ പോലെ. യഥാർത്ഥത്തിൽ ഞാൻ അതല്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ആത്മാവിന് തിരിച്ചറിയണമെങ്കിൽ മനസ്സെന്ന ഇന്ദ്രിയത്തിൻ്റെ ചിന്തകൾ കുറയണം, നിയന്ത്രണം വേണം, മനസ്സ് ശാന്തമാവണം, മനസ്സടങ്ങണം. മനസ്സിലായ? മനസ്സ് ശാന്തമാവുമ്പോൾ, മനസ്സടങ്ങുമ്പോഴാണ് ആത്മാവിന് സ്വന്തം അസ്തിത്വം. കാരണം അപ്പം ആത്മാവിന് മനസ്സാണല്ലോ ഓരോന്ന് പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നതും. ചിന്തിക്കണ ആ മനസ്സവിടെ ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പം ആത്മാവിന് എന്താ തോന്നുക? ഒന്ന് ആലോചിച്ച് നോക്കി.
മനസ്സിന് ഒരു ചിന്തയില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി അതിനെക്കുറിച്ച് ആലോചിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മനസ്സിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എനിക്കത് നേടണം, എനിക്കിത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സും ആത്മാവും അവിടെ ചിന്തിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കത് നേടണം, അതിനു വേണ്ടി ചിന്തിക്കുന്നു. ഒരു ചിന്തയില്ലാത്ത മനസ്സാണ് തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആത്മാവ് ശാന്തമായിട്ടിരിക്കും. ശാന്തമായിട്ടിരിക്കാന്ന് വെച്ചാൽ ഒരു ചിന്തയുമില്ല. ഇവിടെ ഞാനില്ലേ എന്ന് ആത്മാവിന് തോന്നിപ്പോവും. അനക്കല്ലോ, വെള്ളത്തിന് അനക്കല്ലോ. വെള്ളം അനങ്ങാതെ ഇരിക്കുമ്പോൾ ആത്മാവിന് ഞാനിവിടെ ഇല്ലേ എന്ന് തോന്നിപ്പോകുന്നു. കാരണം ഒരനക്കമില്ലല്ലോ. വെള്ളം അനങ്ങുമ്പോൾ പ്രതിബിംബം അനങ്ങുന്നു. അപ്പോഴാണ് അനക്കം തട്ടുമ്പോഴാണ് പ്രതിബിംബത്തിന് ഞാൻ അനങ്ങുന്നു എന്ന് തോന്നുന്നത്, ഞാൻ എന്നുള്ള തോന്നൽ വരുന്നത്. പക്ഷെ വെള്ളം അനങ്ങണില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രതിബിംബത്തിന് ഒരു അനക്കവും ഇല്ലെങ്കിൽ പ്രതിബിംബത്തിന് ഞാൻ എന്നുള്ള തോന്നൽ വരുമോ? ഇല്ല. അപ്പോഴാണ് ആത്മാവിന് സ്വന്തം അസ്തിത്വം ഞാൻ ഈ കുടത്തിലിരിക്കുന്ന കുഞ്ഞാകാശമല്ല, ഇതിൻ്റെ വെളിയിലിരിക്കുന്ന പരമമായ ആകാശമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പോയിന്റ് മനസ്സിലായ? മനസ്സിലൊന്നുമില്ലാത്ത അവസ്ഥ, മനസ്സടങ്ങുമ്പോൾ ആത്മാവിന് കയറി പിടിക്കാനുള്ള കച്ചിതുമ്പില്ല. മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയത്തിന് ചലനമില്ലാണ്ടായി കഴിഞ്ഞാൽ, ശാന്തമായി കഴിഞ്ഞാൽ ചലനമില്ലാത്ത ജലാശയം പോലെയാ. അപ്പോൾ പ്രതിബിംബം, സൂര്യൻ്റെ പ്രതിബിംബത്തിനും അനക്കമില്ല. അപ്പോൾ ആ പ്രതിബിംബം ഞാനിവിടെ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതല്ല ഞാനിവിടെ ഇല്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പോഴാണ് ആ പ്രതിബിംബത്തിന്, ആ ജീവാത്മാവിന് ഞാൻ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല അല്ലേ, എനിക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ. അപ്പോൾ ആത്മാവിന് അതിൻ്റെ യഥാർത്ഥ അസ്തിത്വം തിരിച്ചറിയണമെങ്കിൽ മനസ്സടങ്ങണം. മനസ്സിലായോ? അപ്പൊ മനസ്സ് ശാന്തമാകുന്ന മഹായോഗികള് പരമമായ ആനന്ദത്തെ, ആ ബാലൻസ്ഡും കഴിഞ്ഞ് മനസ്സിങ്ങനെ യോഗാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ പരമമായ ആനന്ദത്തെ അനുഭവിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ പരമാനന്ദമാണ് ആത്മാവ്. അപ്പൊ ആത്മാവ് യഥാർത്ഥത്തിലുള്ള ഞാൻ ഈ ശരീരവും ഈ ഷേപ്പും ഈ മനസ്സും ബുദ്ധിയൊന്നല്ല, ഈ പരമമായ ആനന്ദാവസ്ഥയാണെന്ന് ഞാനെന്ന് അപ്പോഴാണ് ആത്മാവിനെ തിരിച്ചറിയുന്നത്. കാരണം ആ മനസ്സ് അടങ്ങി വേറൊരു ചിന്തയില്ലാണ്ട്. പിടികിട്ടിയോ? അപ്പം ആത്മാവ് മനസ്സിൻ്റെ ത്രിഗുണങ്ങളുടെ ചലനത്തിനനുസരിച്ച് മനസ്സ് ചലിച്ച്, ബുദ്ധി ചലിച്ച്, ശരീരം ചലിക്കുമ്പോൾ ആത്മാവ് ഞാനാ ചലിക്കണേന്ന് തെറ്റിദ്ധരിച്ച് അതിലിങ്ങനെ പോകുന്നു. അങ്ങനെ മരിച്ചു പോകുമ്പോൾ ആ ഞാനാണ് ചലിക്കുന്നത്, ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ട് എന്നൊരു ധാരണയോട് കൂടിയല്ലേ ഇത്രയും നാൾ ജീവിച്ചേ. അപ്പോൾ ആ ആത്മാവിന് ആ കർമ്മബന്ധങ്ങളെ, ഞാനെന്ന അഹങ്കാരത്തിലിരുന്ന് ചെയ്യുന്ന കർമ്മങ്ങളെ പ്രാരാബ്ധം അനുഭവിക്കാൻ അടുത്ത യോനിയിൽ പിറക്കേണ്ടി വരുന്നു. ഏത് ജന്മത്തിൽ ഈ മനസ്സ് ശാന്തമാകുന്നു, അടങ്ങുന്നു, ചലനമില്ലാതെ വരുന്നു. അപ്പോൾ ആത്മാവിന് ഞാനിവിടെ ഇല്ലേ, ഒരനക്കല്ലല്ലോ. അനക്കം വരുമ്പോഴാണ് ഞാൻ അനങ്ങുന്നെന്ന് തോന്നുന്നുള്ളൂ. അനക്കല്ലാണ്ടായപ്പോൾ ഞാനിവിടെ ഇല്ലേ എന്ന് തോന്നുന്നു. അപ്പം ഞാനില്ല, ഞാനെന്ന് പറയുന്ന ഒരു വസ്തു, ഞാൻ ഇവിടെ ഇല്ല എന്ന് തിരിച്ചറിയുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് ആത്മാവ് അറിയുന്നത്. മനസ്സിലായ? ഈ ഒന്നുമില്ലാത്ത ആ ഒരു ഉണ്മ, എന്നാൽ ഒരേ ഒരു യഥാർത്ഥമാകുന്ന ഉണ്മ, അത് ഞാനാണ് എന്ന പരമമായ ആനന്ദാവസ്ഥയെ ആത്മാവ് അറിയുന്നത്. അതറിയണമെങ്കിൽ മനസ്സടങ്ങണം. അതിനുള്ള മാർഗമാണ് ഈ പറഞ്ഞതെല്ലാം. നമ്മൾ ചെയ്യുന്ന ധ്യാനം, സത്സംഗങ്ങൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാനല്ലേ. ഇത് തന്നെയല്ലേ ഭഗവാൻ ഗീതയിലും മനസ്സ് നിയന്ത്രിക്കപ്പെടണം. അർജുന, നീ ഇപ്പം ഈ അനുഭവിക്കുന്ന ദുഃഖത്തിന് കാരണം ഞാനാണ് യുദ്ധം ചെയ്യണേ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ സങ്കടം വരുന്നത്. നീയല്ല യുദ്ധം ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ആത്മാവ്, അർജുനന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ആ ആത്മാവ് ഞാനാ യുദ്ധം ചെയ്യണേ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അർജുനൻ കരഞ്ഞിരുന്നത്. അവൻ്റെ ആ ഭൗതിക ശരീരം, അർജുനൻ്റെ ഭൗതിക ശരീരം കരഞ്ഞ് തീർത്തട്ടിലിരിക്കാൻ കാരണം ആ ശരീരസ്ഥനായിരിക്കുന്ന ക്ഷേത്രജ്ഞനാകുന്ന ആത്മാവ് ഞാനാ യുദ്ധം ചെയ്യണേന്ന് വിചാരിക്കുന്നു. കാരണം അർജുനൻ്റെ മനസ്സ് രജോ ഗുണമാണ്. അപ്പോൾ ആ ഗുണത്തിൽ നിൽക്കുന്ന മനസ്സായതുകൊണ്ട് അങ്ങനത്തെ ചിന്താഗതികളാണ്, നിറയെ ചിന്തകളാണ്. അപ്പം ആത്മാവ് തെറ്റിദ്ധരിച്ചു ഞാനാണ് യുദ്ധം ചെയ്യണേന്ന്. അതാണ് ആ തളർന്നിരുന്നത്, ശരീരം തളർന്നിരുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നീയല്ല ചെയ്യുന്നത്, നീ ആത്മാവാണ്.
നിന്റെ യഥാർത്ഥത്തിലുള്ള അസ്തിത്വം ആത്മാവാണ്, നീയല്ല ചെയ്യുന്നത്. ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് നിന്റെ മനസ്സ് ചലിക്കുന്നു. അപ്പോൾ അത് രജോ ഗുണമായതുകൊണ്ട് ആ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണം എന്താണോ അതിൻ്റെ ചലനമാണ്. അതാണ് അവിടെ നിന്നെ കൊണ്ട് ഈ കർമ്മമൊക്കെ ചെയ്യിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള നിന്റെ അസ്തിത്വമാകുന്ന ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. ആ തിരിച്ചറിവാണ് അർജുനൻ അവിടെ കൊടുത്തത്. മനസ്സിലായ? ഇവിടെ ചലിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും പ്രകൃതിയാണ്. അതിന് കാരണം ഈ ശരീരം, നീയാകുന്ന ആത്മാവ് ഈ ശരീരം എടുത്തത് ഈ കർമ്മം പൂർത്തിയാക്കാൻ. അതുകൊണ്ടാണ് രജോ ഗുണിയായിട്ട് ക്ഷത്രിയനായിട്ട് പിറന്നതും രജോ ഗുണിയുടെ ഒരു മനസ്സ് നിനക്ക് കിട്ടിയതും. അപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണാത്മകമായി കിട്ടിയ ശരീരം, മനസ്സ്, ബുദ്ധി രജോ ഗുണിയായിട്ട് ക്ഷത്രിയനായിട്ട് ജനിച്ചു. അപ്പോൾ കർമ്മം പൂർത്തിയാക്കൂ. ഞാൻ എന്ന ആത്മാവല്ല, ഇതുമായി യാതൊരു ബന്ധവും ഇല്ല, ഇത് പ്രകൃതിയുടെ ചലനമാണ്. അപ്പോൾ ഈ കർമ്മം, ഈ ശരീരം എടുത്തതും ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യാനാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആത്മാവിൻ്റെ ആ തെറ്റിദ്ധാരണയെക്കുറിച്ച് മനസ്സിലായില്ലേ? അപ്പോൾ ശരീരം, മനസ്സടങ്ങിയാലാണ് ആത്മാവിനെ യഥാർത്ഥ അസ്തിത്വത്തെ അറിയാൻ സാധിക്കുള്ളൂ. ശ്ലോകം 5 അതയേവ ശനൈഹി ചിത്തം പ്രസക്തം അസതാം പതി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച്ച നയേത് വശം. അതയേവ ആയതിനാൽ ശനൈഹി പതുക്കെ പതുക്കെ. അപ്പോൾ മനസ്സടങ്ങണല്ലോ. മനസ്സ് ഈ ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് ശാന്തമായിരിക്കണം, ഒരു ചിന്തയില്ലാണ്ട് ഇരിക്കണം. അപ്പോഴാണ് ആത്മാവിന് ഞാൻ ഇവിടെ ഇല്ലേ എന്ന് തോന്നുകയെന്ന്. അതാണ് പറഞ്ഞത് ശനൈക്ക് പതുക്കെ പതുക്കെ ചിത്തം, മനസ്സിനെ പ്രസക്തം ആസക്തികളിൽ നിന്ന് അസതാംപതി, ഈ ഭൗതിക വിഷയങ്ങളാകുന്ന ആസക്തികളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ മനസ്സിനെ പിൻവലിച്ചിട്ട് തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായ ഭക്തിയോഗത്താൽ വിരക്തി. അപ്പോൾ ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ശക്തമായ ഭക്തി കൂടുമ്പോൾ വിരക്തി, ഭൗതിക വിഷയങ്ങളില്ല, ഒന്നിനോട് അങ്ങനെ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, ഈശ്വരനോട് മാത്രം. അങ്ങനെ മമതകളൊക്കെ പോയിട്ട് നയേതു വശം, നമ്മുടെ മനസ്സിനെ വശത്തിൽ, നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന്. ചിന്തകളുടെ പിന്നാലെ ഇങ്ങനെ വിടാതെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു വലിച്ച് നിയന്ത്രണത്തിലേക്ക് ആക്കാൻ നമുക്ക് കഴിയണം. കാരണം മനസ്സടങ്ങുമ്പോഴാണ് ആത്മാവിന് യഥാർത്ഥ അസ്തിത്വത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളാകുന്ന, ഞാനാകുന്ന ആത്മാവിന് എൻ്റെ ജന്മോദ്ദേശം അറിയാനും എൻ്റെ യഥാർത്ഥ അസ്തിത്വം മനസ്സിലാക്കാനും എനിക്ക് എൻ്റെ മനസ്സിനെ അടക്കണം. അല്ലെങ്കിൽ ഇത്ര നാളും ഞാൻ ഈ മനസ്സ് കാണിച്ചിരുന്നത് സത്വഗുണമാണെങ്കിൽ പോലും, നല്ലതാണെങ്കിൽ പോലും മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ഞാനാണ് ചിന്തിക്കുന്നത്, ഞാനാ പ്രവർത്തിക്കുന്നതെന്ന് തെറ്റിദ്ധാരണയിലാണ് ഈ ആത്മാവ് പെട്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സടങ്ങിയാൽ ആത്മാവിന് ചലനമില്ല എന്ന് വരുമ്പോഴാണ്, ചലിക്കാതെ വരുമ്പോഴാണ് ആത്മാവിന് സ്വന്തം അസ്തിത്വത്തെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ മനസ്സിനെ പിൻവലിച്ചിട്ട് ശക്തമായ ഭക്തിയോഗത്താൽ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അതിനുള്ള വഴിയാണ് ശ്ലോകം 6 പറയുന്നത്. യമ ആദിഭിഹി യോഗപദേഹി അഭ്യസൻ ശ്രദ്ധയാൻവിത മയി ഭാവേന സത്യേന മത് കഥാ ശ്രവണേന ച. യമാദിഭി നമുക്കറിയാലേ, അഷ്ടാംഗയോഗം 8 മാർഗങ്ങൾ: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ യമം ആദിഭി, യമം മുതലായ യോഗപദേ, യോഗ സമ്പ്രദായത്തിലൂടെ അഭ്യസൻ പരിശീലിക്കാന്ന്, മനസ്സിനെ അടക്കാനേ. ശ്രദ്ധയാണിത്, ദൃഢവിശ്വാസത്തോടു കൂടി ഇതൊക്കെ പരിശീലിക്കുക. ഒപ്പം മയി ഭാവേന സത്യേന, എന്നിൽ ഭഗവാനിൽ കപടമില്ലാത്ത, കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായിരിക്കുകയും മത് കഥാശ്രവണേന, നിത്യവും സത്സംഗങ്ങളിലൂടെ എൻ്റെ കഥകളിങ്ങനെ, ഭഗവാന്റെ കഥകളിങ്ങനെ കേട്ട് ഭഗവാനിലൊരു ആഗ്രഹത്തിന് വേണ്ടിയല്ലാതെ, മറ്റൊരു കാര്യവും നേടിയെടുക്കാനല്ലാതെ കാപട്യമില്ലാത്ത ഭക്തിയോടുകൂടി, ദൃഢവിശ്വാസത്തോടു കൂടിയുള്ള ഭക്തി, സത്സംഗങ്ങൾ, ഇങ്ങനെ നിരന്തരം കഥാശ്രവണം, അതുപോലെ ധ്യാന പരിശീലനം. അങ്ങനെ വരുമ്പോൾ ആ ഒരു ദിവസത്തിൽ കുറേ സമയം നമ്മൾ 1 മണിക്കൂർ നേരം സത്സംഗങ്ങൾ കേട്ടു, ഭഗവാന്റെ കഥാശ്രവണം, ആ സമയത്ത് വേറെ ഒരു ചിന്തയില്ല. പിന്നെ ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ഭക്തി, അതുകൂടാതെ ധ്യാന പരിശീലനം 1-2 മണിക്കൂറോ കണ്ണടച്ച് ധ്യാനിക്കുമ്പോഴും ഈ സമയത്തൊക്കെ മനസ്സ് മറ്റു ചിന്തകളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ്
ശാന്തമാകുന്നു. അപ്പോൾ മനസ്സ് അങ്ങനെ നിരന്തരമായി പരിശീലിക്കുമ്പോൾ പതുക്കെ പതുക്കെ നിത്യവുമുള്ള ഓരോ അര സെക്കൻഡിലും വരുന്ന ചിന്തകളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്ന് മനസ്സ് ചിന്തയില്ലാത്തൊരവസ്ഥയിലേക്ക്, വളരെയധികം കുറഞ്ഞ് ശാന്തമാകുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സെത്തുന്നു. അതിനിങ്ങനെ യമനിയമാദി ധ്യാന പരിശീലനങ്ങൾ ചെയ്യാം. അതോടൊപ്പം ഭഗവാനിലുള്ള കാപട്യമില്ലാത്ത ഭക്തിയും കഥാശ്രവണങ്ങളും ഭഗവാന്റെ ചരിതങ്ങളും തത്വങ്ങളും സത്സംഗ രൂപത്തിലുള്ള ഈ ശ്രവണവും മനസ്സിനെ അടക്കാൻ, നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കും. ശ്ലോകം 7. അങ്ങനെ മനസ്സടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? സർവഭൂത സമത്വേന നിർവൈരേണ അപ്രസംഗതഃ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസ. അതായത് സർവഭൂത സമത്വേന, അങ്ങനെ മനസ്സടങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാ ചരാചരങ്ങളെയും തുല്യഭാവത്തിൽ കാണാൻ തുടങ്ങും. അതാണ് സർവഭൂത സമത്വേന, എല്ലാത്തിനെയും ഒരേപോലെ തുല്യമായി കാണുക. നിർവൈരേണ, ആരോടും ശത്രുതയില്ലാതെ. അപ്രസംഗത, എന്നാൽ ആരോടും മമതയുമില്ലാതെ. ആരോടും ദേഷ്യവും വെറുപ്പോ ശത്രുതയില്ല, എന്നാൽ ആരോടും ഓവർ അറ്റാച്ച്മെൻറ്റും ഇല്ല. സ്നേഹമുണ്ട്, എന്നാൽ മമതയുമില്ല. എല്ലാത്തിനെയും തുല്യമായി കാണുക. ബ്രഹ്മചര്യേന, ബ്രഹ്മത്തിൽ ചരിക്കുക, എല്ലാത്തിലും ഈശ്വരാംശത്തെ കാണുക. മൗനേന, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. പിന്നെ സ്വധർമ്മേന ബലീയസ. ബലീയസ എന്ന് വെച്ചാൽ ബലി കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ? ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സ്വധർമ്മേന, സ്വന്തം കർമ്മത്തെ, നമ്മുടെ ചുമതലകളെ അനുഷ്ഠിക്കുക, സ്വധർമ്മമായി അനുഷ്ഠിക്കുക. അങ്ങനെയും ചെയ്യണമെന്ന്. അപ്പോൾ ധ്യാന പരിശീലനവും സത്സംഗം ഇങ്ങനെ കേൾക്കുക, ഭഗവാന്റെ കഥാശ്രവണം മാത്രം പോരാ, നമ്മുടെ കർമ്മവും അനുഷ്ഠിക്കണം. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ സകല ചരാചരങ്ങളെയും ഒന്നായി കാണുക. ആരോടും ശത്രുതയില്ല, ആരോടും മമതയില്ല. സകലത്തിലും ഈശ്വരാംശത്തെ കണ്ട് ആവശ്യത്തിന് മാത്രം സംസാരിച്ച് അവനവനെ നിക്ഷിപ്തമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാന് ബലി കൊടുത്തുകൊണ്ട് സ്വധർമാചരണമായി അനുഷ്ഠിച്ച് ജീവിക്കുകയും വേണം. അങ്ങനെയാണ് മനസ്സിനെ അടക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 8. യദൃശ്ചയാ ഉപലബ്ധേന സന്തുഷ്ടഃ മിത ഭുക് മുനി വിവിക്തശരണ ശാന്തഃ മൈത്രഃ കരുണ ആത്മവാൻ. അതുമാത്രമല്ല, യദൃശ്ചയാ ഉപലബ്ധേന, യാദൃശ്ചികമായി നമ്മളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ അനുഭവിക്കുന്നു, അങ്ങനെ വന്നു ചേരുന്ന കാര്യങ്ങളിൽ സന്തുഷ്ടഃ, പൂർണ്ണ സംതൃപ്തനായിരിക്കുക. കാരണം അത് പ്രകൃതി നിശ്ചയമാണ് അങ്ങനെ വന്നു ഭവിച്ചത്. അപ്പം അതിൽ സന്തുഷ്ടനായി മിതപു, ആവശ്യത്തിന് വിശപ്പ് മാറാനുള്ള ഭക്ഷണം കഴിച്ച് മുനി എന്ന് വെച്ചാൽ ചിന്തിക്കുക. എന്ത് കാര്യം കേട്ടാലും അതങ്ങോട്ട് വിശ്വസിക്കാതെ സ്വന്തം മനസ്സിലിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കി വിവിക്ത ശരണ എന്ന് വെച്ചാൽ അർത്ഥം ഏകാന്തമായ, ഒരുപാട് തിക്കുതിരക്കുകളിലൊന്നും പോവാതെ പരമാവധി ശാന്തമായ സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് ശാന്ത, മനസ്സ് ശാന്തമാക്കി, മൈത്രഃ, എല്ലാവരോടും ഒരു സൗഹൃദ ഭാവത്തിൽ, കരുണഃ, എല്ലാ ചരാചരങ്ങളോടും കാരുണ്യമുള്ളവനായിട്ട്, ആത്മാവാൻ, ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കാൻ. മനസ്സിലായോ? ഞാൻ ആത്മാവാണ് എന്ന ധാരണയിൽ മനസ്സിനെ ഉറപ്പിക്കാം. മനസ്സിങ്ങനെ ഭൗതിക വിഷയങ്ങളിൽ പോകുന്നത് കൊണ്ടാണല്ലോ ഈ ആത്മാവാണ് ഞാൻ എന്ന ധാരണ ഇതൊക്കെ സംഭവിക്കുന്നത് മനസ്സുകൊണ്ടാണല്ലോ. ഈ ഇന്ദ്രിയങ്ങളിൽ മനസ്സെന്ന ഇന്ദ്രിയം കൊണ്ടാണ് ഞാൻ ആത്മാവാണ് എന്നറിയുന്നത്. അപ്പം ആ മനസ്സ് ഭൗതിക വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആത്മാവും അതിൽ പെട്ടുപോകുന്നത്. അപ്പം മനസ്സടങ്ങി മനസ്സ് ആത്മാവാണെന്ന് കണ്ട് എല്ലാ ചരാചരങ്ങളെയും തുല്യമായി കണ്ട് ജീവിതത്തിൽ വന്ന് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും ആ യാദൃശ്ചികമായി വന്നു ഭവിക്കുന്നതാ പ്രകൃതി നിശ്ചയം. അതിലൊക്കെ ഈശ്വരനെ കണ്ട് അതിലൊക്കെ സംതൃപ്തനായിട്ട് ആവശ്യത്തിന് വിശപ്പ് മാറാനുള്ള ഭക്ഷണം മാത്രം കഴിച്ച് എന്ത് കേട്ടാലും മനസ്സിൽ അതിനെ ഇട്ട് ചിന്തിച്ച് മനനം ചെയ്തു മനസ്സിലാക്കി വലിയ തിക്ക് തിരക്കുകളിലും ആഹ്ലാദങ്ങളിലും ഒന്നും പോവാതെ കുറേയൊക്കെ ശാന്തമായിരുന്ന് മനസ്സ് ശാന്തമായി മൈത്രഭാവത്തോടുകൂടി കാരുണ്യമുള്ള മനസ്സോടു കൂടിയിട്ട് ആത്മാവിൽ ഉറപ്പിച്ച് ജീവിക്കുക. അതൊക്കെയാണ് മനസ്സിനെ അടക്കാനുള്ള മാർഗമായിട്ട് മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്.
ഇനി ശ്ലോകം 8. ഇനി അതുമാത്രമല്ല, സാനുബന്ധേച്ച ദേഹേ അസ്മിൻ അകുർവൻ സത് അസത് ആഗ്രഹം, അസ്മിൻ അകുർവൻ അസത് ആഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച. സാനുബന്ധേച്ച ദേഹേ അസ്മിൻ അകുർവൻ അസത് ആഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച. സാനുബന്ധേ എന്ന് വെച്ചാൽ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അസ്മിൻ ദേഹേ, അതായത് ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ശരീരവുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ എന്താ? അച്ഛനമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ എന്നിങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള ബന്ധങ്ങളോട് കൂടിയ ദേഹേ അസ്മിൻ, ഈ ശരീരത്തെ അസത് ആഗ്രഹം എന്ന് വെച്ചാൽ ആ ശരീരമാണ് ഞാൻ എന്ന നമ്മുടെ ചിന്ത അകുർവൻ ഉപേക്ഷിക്കുക എന്ന്. അതായത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധുമിത്രാദികൾ, നമ്മളുടെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ ചിന്തകളും, അങ്ങനെ അസത്തായിട്ടുള്ള ഈ ശരീരമാണ് ഞാൻ എന്ന നമ്മുടെ ആ സങ്കല്പത്തെ ഉപേക്ഷിച്ചിട്ട് പ്രകൃതിയെ പുരുഷസ്യ ദൃഷ്ടതത്വേന, പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ് എന്ന ദൃഷ്ടതത്വേന, യഥാർത്ഥ തത്വത്തെ മനസ്സിലാക്കി ജ്ഞാനേന, ആ അറിവ് നേടിയിട്ട്, കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ബാക്കി 10ാമത്തെ ശ്ലോകത്തിൽ, അറിവ് നേടിയിട്ട് നിവൃത്ത ബുദ്ധി അവസ്ഥാന എന്ന് വെച്ചാൽ ബുദ്ധിയുടെ പല പല തീരുമാനങ്ങളെ, അവസ്ഥകളിൽ നിന്നൊക്കെ നിവൃത്തമായിട്ട്, എന്ന് വെച്ചാൽ ബുദ്ധിയുടെ അവസ്ഥകൾ എന്ന് വെച്ചാൽ എന്താ? പല പല അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥകളിൽ നിന്നൊക്കെ നിവൃത്തമാവുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഉറങ്ങുക, സ്വപ്നം കാണുക, ഉണർന്നിരിക്കുക. ഇപ്പം നമ്മൾ ഭാഗവതത്തിൽ പറയുകയാണെങ്കിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയും. ഇതൊക്കെ ബുദ്ധിയുടെ അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അറിയാം നമ്മൾ ഉണർന്നിരിക്കുകയാണ്, ജാഗ്രത അവസ്ഥയിലാണ്, മനസ്സും ശരീരവും ഒക്കെ ഉണർന്നിരിക്കുകയാണ്. ഉറങ്ങുക, സ്വപ്നം കാണുകയാണെങ്കിൽ സ്വപ്നം കാണുന്നു. ഇനി സുഷുപ്തിയാണെങ്കിൽ നമ്മൾ ഗാഠനിദ്രയിലാണ്. ഇങ്ങനെയുള്ള ബുദ്ധിയുടെ ഈ അവസ്ഥകളിൽ നിന്നൊക്കെ നിവൃത്തമായിട്ട് അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടന്നിട്ട് ദൂരീഭൂത അന്യദർശന എന്ന് വെച്ചാൽ മറ്റു ഭൗതിക വിഷയങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൂരീഭൂത, അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, അതിനെയൊക്കെ അകറ്റി നിർത്തിയിട്ട് ഉപലഭ്യ ആത്മന ആത്മാനം, ഈ ശരീരത്തിൽ വസിക്കുന്ന ഞാനാകുന്ന ആത്മാവിനെ ഉപലഭ്യ, ദർശിച്ചിട്ട് നേടിയെടുത്തിട്ട് ചക്ഷുഷ ഇവ അർക്കം, കണ്ണുകൊണ്ട് അർക്കം, സൂര്യനെ കാണുന്നത് പോലെ, ഇവ എന്ന് വെച്ചാൽ കാണുന്നത് പോലെ മനസ്സുകൊണ്ട് ആത്മാവ്, ഞാനാകുന്ന ആത്മാവിനെ കണ്ടിട്ട് ആത്മദൃക്, അങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ ശ്രമിക്കുക എന്ന് മനസ്സിലായ. അപ്പോൾ എന്താ പറഞ്ഞത്? അതിനുള്ള പോംവഴികളായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം തന്നെ യമനിയമാദി പരിശീലനം ചെയ്യുക, മനസ്സിനെ നിയന്ത്രിക്കുക, നിഷ്കളങ്കമായ ഭക്തിയും കൊണ്ടുവരിക, സത്സംഗങ്ങൾ കേൾക്കുക. അപ്പം മനസ്സടങ്ങി വരും. അങ്ങനെ മനസ്സ് പതുക്കെ ചലനം, മനസ്സിൻ്റെ ചിന്തകൾ, ചലനങ്ങളൊക്കെ കുറയുമ്പോൾ, അങ്ങനെ കുറഞ്ഞു വന്ന് അപ്പോൾ സർവചരാചരങ്ങളിലും എല്ലാത്തിലും ഈശ്വരനെ കണ്ട് ആരോടും വൈരാഗ്യവും ഇല്ല, അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ആ ഒരു ആവശ്യത്തിന് മാത്രം സംസാരിച്ച്, എന്നാൽ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് പോകണമില്ല, എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതായ കാര്യങ്ങളിലൊക്കെ ഈശ്വരനെ കണ്ടുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് പരമാവധി ശാന്തമായിരുന്ന് മനസ്സ് ശാന്തവും കാരുണ്യം നിറഞ്ഞതും മൈത്രീഭാവത്തോടും കൂടി വെച്ചിട്ട് ആത്മാവിനെ ദർശിച്ചിരുന്ന് അങ്ങനെ ഇരുന്ന് ഈ ശരീരവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ശരീരബോധം, ഞാനാണ് ഞാൻ ഈ ശരീരമാണ് എന്ന ബോധത്തെ ഉപേക്ഷിച്ച് പുരുഷൻ, പ്രകൃതി എന്ന തത്വത്തെ വേറിട്ട് മനസ്സിലാക്കി ആ ജ്ഞാനം നേടിയുമ്പോൾ ബുദ്ധിയുടെ ചിന്തകളുണ്ടല്ലോ, ജാഗ്രതാവസ്ഥയിൽ ഉണർന്നിരിക്കുന്നത്, ഉറക്കത്തെ, അതുപോലെ സ്വപ്നത്തെ, ഇങ്ങനെ ബുദ്ധിയുടെ ചിന്തകൾ, ബുദ്ധിയുടെ അവസ്ഥകളിൽ നിന്നൊക്കെ മുക്തമായിട്ട് ഈ ഒരു ഭൗതിക വിഷയങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കണ്ണുകൊണ്ട് സൂര്യനെ കാണുക എങ്ങനെയാ വ്യക്തമായിട്ട്, അതുപോലെ മനസ്സാകുന്ന കണ്ണുകൊണ്ട് ആത്മാവാകുന്ന ഞാൻ എന്നെ തന്നെ ദർശിക്കുന്നവനായിട്ട് ആത്മസാക്ഷാത്കാരം നേടുക. അതാണ് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ ഇതുവരെയുള്ള ഭാഗം? അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടുക. ശ്ലോകം 11 പറയുന്നത് മുക്തലിംഗം സദ ആഭാസം അസതി പ്രതിപദ്യതേ സദഹ ബന്ധും അസത് ചക്ഷു സർവ അനുസ്യൂതം അദ്വയം.
മുക്തലിംഗം സദാഭാസം ആഭാസം അസതി പ്രതിപദ്യതേ സദഹ ബന്ധും അസത്ത് ചക്ഷു സർവ അനുസ്യൂതം അദ്വയം. മുക്തലിംഗം എന്ന് വെച്ചാൽ പൂർണ്ണ സ്വതന്ത്രമായ, സദാഭാസം സത്തായിട്ട് പ്രകാശിക്കുന്ന, അസതി എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്ത്, അസത്തായിട്ടുള്ള ഈ ഭൗതിക ലോകത്ത് പൂർണ്ണ സ്വതന്ത്രനായും സത്തായി പ്രകാശിക്കുന്നതും, സദഹ ബന്ധു, സദോ ബന്ധു എന്ന് വെച്ചാൽ സദഹ ബന്ധു എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തെ എല്ലാ സർവചരാചരങ്ങളുടെയും എല്ലാ വിഷയങ്ങളുടെയും മൂലകാരണമായി ബന്ധുവായി നിൽക്കുന്നതും, അസത്ത് ചക്ഷു അസത്തായിട്ടുള്ള ഈ മായാലോകത്തെ മനസ്സിലാക്കാൻ, മായയെ തിരിച്ചറിയാനുള്ള കണ്ണായിരിക്കുന്നതും, ചക്ഷു കണ്ണായിരിക്കുന്നതും, സർവ അനുസ്യൂതം എല്ലാത്തിലും പ്രവേശിക്കുന്നതും, അദ്വയവുമായിട്ടുള്ള ആ പരമമായ പുരുഷനെ, ആ ആത്മാവിനെ പ്രതിപദ്ധ്യതേ, അതോടെ ജീവാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ജീവാത്മാവിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. ആ ജീവാത്മാവ് എവിടെയാണ് നിൽക്കുന്നത്? അസതി, ഈ അസത്തായ ഭൗതിക ലോകത്ത്. എങ്ങനെയാണ് നിൽക്കുന്നത്? മുക്തലിംഗം, പൂർണ്ണ സ്വതന്ത്രനായിട്ട്. എന്നാൽ ശരീരത്തിൽ സദാഭാസം, സത്തായിട്ട് ഇങ്ങനെ ശരീരത്തിൽ പ്രകാശിക്കുന്നു. അസത്തായ ശരീരത്തിൻ്റെ ഉള്ളിൽ സത്തായി പ്രകാശിച്ച് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനായി, എന്നാൽ ആ ശരീര മനോബുദ്ധിയുടെ എല്ലാ ചലനങ്ങൾക്കും മൂല കാരണമായതും മായയെ തിരിച്ചറിയാനുള്ള കണ്ണായിരിക്കുന്നതും എല്ലാത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതുമായ അദ്വൈതമാകുന്ന, രണ്ടല്ലാത്ത അദ്വൈതമാകുന്ന ആ ജീവാത്മാവിനെ, അങ്ങനെയാണ് ഒരുവൻ ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞ് ആത്മാവിന് സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നത്. ആത്മാവ് ബന്ധനത്തിൽ, മായയിൽപ്പെട്ട് തെറ്റിദ്ധാരണയിലിരിക്കുമ്പോൾ ബന്ധനം, ആത്മാവിന് ഞാൻ ആത്മാവാണ് എന്ന യഥാർത്ഥ അസ്തിത്വം മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മസാക്ഷാത്കാരം. അങ്ങനെ അസത്തായ ശരീരത്തിലിരുന്നു കൊണ്ട് ആ ശരീരത്തിലിരിക്കുന്ന പൂർണ്ണ സ്വതന്ത്രനായ ആത്മാവ് സ്വയം തിരിച്ചറിയുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്.